നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് മുമ്പേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് LDF തുടക്കത്തിലെ മുന്നേറ്റം കുറിച്ചു. 20 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ വേഗത്തിൽ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞത് LDFന്റെ വലിയ രാഷ്ട്രീയ വിജയമായി കാണാം. BJPയുടെ ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി ലിസ്റ്റും പുറത്തു വന്നിരിക്കുന്നു. 12 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളായി. അതേസമയം തെരഞ്ഞെടുപ്പ് അടുത്തിട്ടും തർക്കം തീരാതെ ഉഴലുന്ന മുന്നണിയായി UDF മാറിയിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ. കനകോലുവിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എത്ര MP-മാർ മത്സരരംഗത്തുണ്ടാകുമെന്ന് കണ്ടറിയണം. ആരൊക്കെ അകത്ത്, ആരൊക്കെ പുറത്ത്? ന്യൂസ് ആൻഡ് വ്യൂസ് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ അതിഥികളായി പങ്കെടുക്കുന്നത് CPIM പ്രതിനിധി ഡോക്ടർ ഷിജു ഖാൻ, കോൺഗ്രസ് പ്രതിനിധി സേനാപതി വേണു, BJP പ്രതിനിധി അഡ്വക്കേറ്റ് P. കൃഷ്ണദാസ്, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ M. ജയചന്ദ്രൻ. ഈ ചർച്ച ആദ്യം പോകുന്നത് BJPയുടെ പ്രതിനിധി അഡ്വക്കേറ്റ് P. കൃഷ്ണദാസിലേക്കാണ്. അതിനൊരു കാരണമുണ്ട്. അല്പസമയം മുമ്പാണ് BJPയുടെ ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി ലിസ്റ്റ് ദില്ലിയിൽ പ്രഖ്യാപിച്ചത്. കേരളത്തിൽ 12 സീറ്റുകളിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നിരിക്കുകയാണ്. ഒപ്പം PC ജോർജ് ആ മുന്നണിയിൽ, ആ പാർട്ടിയിൽ ചെന്നതിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പ്, അവിടെ വലിയ അസ്വാരസ്യം PC ജോർജ് പ്രകടമാക്കിയിരിക്കുന്നു എന്നാണ് ഈ നിമിഷം പുറത്തുവരുന്ന വാർത്തകൾ. അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വത്തെ പരസ്യമായി തള്ളിപ്പറയുന്നില്ല എങ്കിലും അതൃപ്തി വളരെ കൃത്യമായി പ്രകടമാക്കിയിരിക്കുകയാണ് PC ജോർജ്. ഒപ്പം ഈ 12 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നു. BJPയുടെ പ്രതീക്ഷകൾ എത്രത്തോളമാണ്? ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, K. സുരേന്ദ്രൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പത്തനംതിട്ടയിലോ കാസർഗോഡോ K. സുരേന്ദ്രൻ മത്സരരംഗത്തുണ്ടാകും എന്ന വലിയ പ്രചാരണം ഉണ്ടായിരുന്നു. K. സുരേന്ദ്രൻ മത്സരരംഗത്തില്ല. ഒപ്പം വലിയ അസ്വാരസ്യങ്ങൾ PC ജോർജ് സൃഷ്ടിക്കുന്ന സാഹചര്യത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. എങ്ങനെയാണ് ഈ സ്ഥാനാർത്ഥി നിർണയത്തെ BJP കാണുന്നത്? BJPയുടെ സ്ഥാനാർത്ഥികളെ സാധാരണ നിലക്ക് അതാത് സംസ്ഥാനങ്ങളിൽ നിന്ന് നിയോജകമണ്ഡല തലം മുതലുള്ള പ്രവർത്തകരുടെ അഭിപ്രായങ്ങൾ, ചുമതലപ്പെട്ട ആളുകളുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞതിന് ശേഷം ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും അതെല്ലാം പരിശോധിച്ച് സംസ്ഥാന തലത്തിൽ നിന്ന് 3 അംഗ സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് സാധാരണ നിലക്ക് ദേശീയ നേതൃത്വത്തിന് സമർപ്പിക്കുന്നത്. അവിടെ നിന്ന് പാർട്ടിയുടെ പാർലമെന്ററി ബോർഡ്, അതായത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന പാർട്ടിയുടെ അത്യുന്നതമായിട്ടുള്ള പ്രധാനപ്പെട്ട ബോഡി, അവിടെ ചർച്ച ചെയ്തതിനു ശേഷം ഏറ്റവും ഉചിതമായിട്ടുള്ള തീരുമാനങ്ങളാണ് സാധാരണ നിലക്ക് BJP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന സമയത്ത് എടുക്കുന്നതും. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേരളത്തിൽ 12 നിയോജക മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് വളരെ മുൻപ് തന്നെ, മാസങ്ങൾക്ക് മുൻപ് തന്നെ, ഒരു എണ്ണയിട്ട യന്ത്രം പോലെ കേരളത്തിലെ എല്ലാ പാർലമെന്റ് മണ്ഡലങ്ങളിലും സംഘടനാ തലത്തിലുള്ള പ്രവർത്തനങ്ങളും സംഘടനാ തലത്തിലുള്ള പരിപാടികളും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പ്രചരണങ്ങളും രാഷ്ട്രീയ വിഷയങ്ങളും ഏറ്റെടുത്തുകൊണ്ടുള്ള BJPയുടെ നിരന്തരമായിട്ടുള്ള പ്രവർത്തനവും പ്രവർത്തകർ ശക്തമായി രംഗത്തിറങ്ങിക്കൊണ്ടുള്ള അതിന്റെ രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടലുകളും എല്ലാം കൃത്യമായി കഴിഞ്ഞ കുറെ നാളുകളായി പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ തയ്യാറെടുപ്പിന്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. 3 ഘട്ടങ്ങളിലായി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി കേരളത്തിൽ നിരവധി പാർലമെന്റ് മണ്ഡലങ്ങളിൽ വന്നു. അദ്ദേഹം രാഷ്ട്രീയ പ്രചരണത്തിന്റെയും ഒപ്പം തന്നെ വിവിധ പരിപാടികളുടെയും ഉദ്ഘാടനങ്ങളുമായി പ്രധാനമന്ത്രി കേരളം സന്ദർശിക്കുകയുണ്ടായി. രാഷ്ട്രീയപരമായും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടും NDA മുന്നണി എന്നുള്ള നിലക്ക് BJP ശക്തമായിട്ടുള്ള കേരളത്തിലെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ സാന്നിധ്യവും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നുള്ള സുശക്തമായിട്ടുള്ള തീരുമാനത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ജനങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 10 വർഷക്കാലം NDA ഗവൺമെന്റിന് അനുകൂലമായി കേരളത്തിൽ നിന്ന് ഒരു തെരഞ്ഞെടുക്കപ്പെട്ട MP ഈ സർക്കാരിനെ പിന്തുണക്കാൻ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരളത്തിൽ നിന്നുള്ള തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള പ്രതിനിധി കേന്ദ്രത്തിൽ കേരളത്തിന് വേണ്ടി വാദിക്കാനും കേരളത്തിന് വേണ്ടി പ്രവർത്തിക്കാനും ഉണ്ടാകണം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ BJP പ്രഖ്യാപിച്ചിട്ടുള്ളത്. വലിയ വിജയപ്രതീക്ഷയാണ് എല്ലാ മണ്ഡലങ്ങളിലും BJPയെ സംബന്ധിച്ച്, BJPയുടെ പ്രവർത്തകരെ സംബന്ധിച്ച്, NDAയുടെ പ്രവർത്തകരെ സംബന്ധിച്ച്. NDA മുന്നണി വലിയ പ്രതീക്ഷകൾ വച്ചു പുലർത്തുന്നു എന്നാണ് പറഞ്ഞത്. ഞാൻ ആദ്യമേ ചോദിച്ച ചോദ്യത്തിലേക്ക് താങ്കൾ വരുന്നില്ല. PC ജോർജ് ഉന്നയിച്ച ആരോപണങ്ങൾ, PC ജോർജ് അതൃപ്തി പ്രകടമാക്കിക്കൊണ്ട് മാധ്യമങ്ങളെ കാണുന്നുണ്ടായിരുന്നു അല്പസമയം മുമ്പ്.
അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വത്തെ പരസ്യമായി അതൃപ്തി പ്രകടിപ്പിച്ചിരിക്കുകയാണ് പി സി ജോർജ്. ഇങ്ങനെ ഇത്തരത്തിൽ അസ്വാരസ്യങ്ങൾ ഈ മുന്നണിക്ക് അകത്ത് ഉണ്ടാകുന്നു എന്നത് വളരെ കൃത്യമല്ലേ? മാത്രമല്ല BDJSനെ അടക്കം തള്ളിപ്പറയുന്നൊരു സമീപനം പി സി ജോർജ് സ്വീകരിച്ചിരിക്കുകയാണ്. ഈ പത്തനംതിട്ട എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു A+ മണ്ഡലം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്നതാണ്. അവിടെ കെ സുരേന്ദ്രൻ്റെ പേരുണ്ടായിരുന്നു, അനിൽ ആന്റണിയുടെ പേരുണ്ടായിരുന്നു, പി സി ജോർജിൻ്റെ അടക്കം പേരുകൾ അവിടെ വരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. സ്വാഭാവികമായും പി സി ജോർജിന് ഇത് ഒരു കൊതിക്കെറിവാണോ അതോ എന്താണ് അങ്ങ് കാണുന്നത് പി സി ജോർജിൻ്റെ നിലപാടിനെ? അല്ല, BJP ഒരു ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലക്ക് NDA എന്നുള്ളത് വിവിധ പാർട്ടികൾ ചേർന്നുകൊണ്ടുള്ള ഒരു ജനാധിപത്യപരമായ പ്രവർത്തനത്തിന്റെ ഭാഗം എന്നുള്ള നിലക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥാനാർത്ഥി നിർണയനത്തിന്റെ കാര്യത്തിലാണെങ്കിലും തെരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടങ്ങളിലാണെങ്കിലും അവരവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള ജനാധിപത്യപരമായ അവകാശമുള്ള പാർട്ടിയാണ് BJP, മുന്നണിയാണ് NDA. പക്ഷെ അതേസമയം തന്നെ പാർട്ടിയുടെ പാർലമെന്ററി ബോർഡ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിൽ യാതൊരു തരത്തിലുള്ള അസ്വാരസ്യങ്ങൾക്കോ യാതൊരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്കോ പ്രസക്തി പിന്നീടില്ല. പിന്നെ ഞാൻ താങ്കൾ സൂചിപ്പിച്ചതുപോലെയുള്ള ഒരു അഭിപ്രായ പ്രകടനം ആരുടെ ഭാഗത്തൊന്നും കേട്ടിട്ടില്ല. പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ താങ്കളുടെ അറിവിലേക്കായി പി സി ജോർജിന്റെ ആ വാക്കുകൾ നമ്മളിപ്പോൾ സംപ്രേഷണം ചെയ്യാം. താങ്കൾ കേൾക്കൂ, എന്നിട്ട് അതിന് മറുപടി പറയൂ. തീർച്ചയായും ഈ അനിൽ ആന്റണി ഈ കേരളത്തിൽ എല്ലാവരും വേറൊരു പത്തനംതിട്ട അനിൽ ആന്റണി അറിയുന്നുമില്ല എന്ന് പരിചയപ്പെടുത്തി എടുക്കണം എന്നുള്ളതാണ്. അത്ര ഓട്ടം കൂടുതൽ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ ഓടുന്നതിനേക്കാൾ കൂടുതൽ ഓടിയാലേ അനിൽ ആന്റണി മനുഷ്യനെ പരിചയപ്പെടുത്താൻ കഴിയും. അങ്ങനെ ഒരു ദുഃഖമാണ്. അത്രേ ഉള്ളൂ. എന്നാലും നമുക്കൊരു ശ്രമം നടത്താം. യെസ്, പി സി ജോർജിന്റെ വാക്കുകൾ താങ്കൾ കേട്ടു എന്ന് വിശ്വസിക്കുന്നു. അതായത് ഡൽഹിയിൽ മാത്രം പരിചയമുള്ള ഒരു പയ്യൻ എന്നാണ് BJPയുടെ സ്ഥാനാർത്ഥിയെ, പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയെ പി സി ജോർജ് വിശേഷിപ്പിക്കുന്നത്. ഇത് ശരിയായോ? പി സി ജോർജ് കേരളത്തിലെ തലയെടുപ്പുള്ള മുതിർന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹത്തിന് ഞാൻ ഉൾപ്പെടെയുള്ള ആരെയാണെങ്കിലും അവരവരുടെ പ്രായത്തിന്റെയും പക്വതയുടെയും എല്ലാം അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ അറിവിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ഏത് തരത്തിലുള്ള അഭിപ്രായം രേഖപ്പെടുത്താനുള്ള അവകാശമുണ്ട്. അദ്ദേഹം അതൊരു ജ്യേഷ്ഠ സഹോദരനെ പോലെ അല്ലെങ്കിൽ ഒരു പിതൃതുല്യനായിട്ടുള്ള ആളെ പോലെ അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായങ്ങൾ അദ്ദേഹത്തിന് രേഖപ്പെടുത്താം. പക്ഷെ അതേസമയം തന്നെ അദ്ദേഹം സൂചിപ്പിച്ചത് തെറ്റൊന്നുമില്ലല്ലോ. ഒരു സ്ഥാനാർത്ഥിയെ മണ്ഡലത്തിൽ കൂടുതലായി പരിചയപ്പെടുത്തുക എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലാണ് പലപ്പോഴും ഉണ്ടാവുക. സ്ഥാനാർത്ഥികളെ ഇപ്പൊ എറണാകുളത്തെ LDFന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുമ്പോഴാണ് ഞാനെല്ലാം ആ സ്ഥാനാർത്ഥിയുടെ പേര് കേൾക്കുന്നത്. അപ്പൊ എത്രയോ സ്ഥാനാർത്ഥികൾ അത്തരത്തിലുണ്ട്. പല LDFന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോഴും ചിലരെ ഒന്നും നമ്മൾ കേട്ടിട്ട് പോലുമില്ല. അവരാരാണെന്ന് പോലും നമുക്കറിയുന്ന സാഹചര്യമില്ല. അവരെ പിന്നീട് അതാത് മുന്നണിയും പാർട്ടിയും ജനങ്ങളുടെ ഇടയിലേക്ക് മുന്നണിയുടെയും പാർട്ടിയുടെയും സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കുന്ന സാഹചര്യം. താങ്കൾക്ക് അക്കാര്യത്തിൽ പി സി ജോർജിന്റെ സമീപനത്തോട് കടുത്ത വിയോജിപ്പുണ്ട്, പക്ഷേ താങ്കൾക്ക് പ്രകടമാക്കാൻ കഴിയുന്നില്ല എന്നാണ് ഞാൻ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ഡോക്ടർ ഷിജു ഖാനിലേക്കാണ്. ഡോക്ടർ ഷിജു ഖാൻ, ഇപ്പോൾ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യുന്ന വിഷയം തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് മുൻപേ തന്നെ LDF അതിദൂരം മുന്നേറുന്നൊരു സാഹചര്യം കാണുന്നു. 20 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർത്തുകയും പ്രചരണ പരിപാടികൾ വലിയൊരു ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ഒരു അവസ്ഥയുമുണ്ട്. വളരെ സജീവമാണ് ഇടതുമുന്നണി ക്യാമ്പ്. പക്ഷേ കോൺഗ്രസിൻ്റെ അവസ്ഥ നോക്കൂ, അവിടെ ഒന്നും ആവുന്നില്ല. ഏതാണ്ട് സ്ക്രീനിംഗ് കമ്മിറ്റി കഴിഞ്ഞതിന് ശേഷം ഒരു ധാരണയുണ്ടായിരുന്നു 15 സിറ്റിംഗ് MP മത്സരിക്കും എന്ന്. പക്ഷേ കനകോലുവിൻ്റെ കണക്കുകൂട്ടലിൽ ഈ 15 MP പലർക്കും വിജയസാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഈ പട്ടിക മാറ്റി കുറിക്കണം എന്നുള്ള ഒരു നിലപാടിൽ കോൺഗ്രസ് നിൽക്കുന്നു. അതായത് കോൺഗ്രസ് ക്യാമ്പിൽ ഒരനക്കവും ഉണ്ടായിട്ടില്ല. വ്യക്തിപരമായി ചില ആളുകൾ അവിടെ പോസ്റ്റർ എഴുതുന്നു, ബാനർ കിട്ടുന്നു, അങ്ങനെയൊക്കെ ഒഴിച്ചു നിർത്തിയാൽ ഒരു തരത്തിലുള്ള ഒരു മുന്നണി എന്ന രീതിയിലുള്ള ഒരു ഇടപെടലും അവിടെ ഉണ്ടായിട്ടില്ല. മൂന്നാമത്തെ വിഷയത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ, ഇപ്പോൾ BJPയുടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തു വന്നിരിക്കുകയാണ്. കെ സുരേന്ദ്രൻ മത്സരിക്കുമെന്നായിരുന്നു പൊതുവേ ഉണ്ടായിരുന്ന ഒരു ധാരണ. സ്വാഭാവികമായും പത്തനംതിട്ടയാണ് അദ്ദേഹം പ്രതീക്ഷ വച്ചു പുലർത്തിയ ഒരു മണ്ഡലം. മറ്റൊന്ന് കാസർഗോഡായിരുന്നു. പക്ഷേ ഈ രണ്ടിടത്തും സ്ഥാനാർത്ഥികൾ വന്നിരിക്കുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ ഇത് എങ്ങനെയാണ് നിലവിലെ ഈ തെരഞ്ഞെടുപ്പ് ചിത്രത്തെ താങ്കൾ വിലയിരുത്തുന്നത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ മതനിരപേക്ഷതയും ജനാധിപത്യവും ഫെഡറലിസവും ഒക്കെ സംരക്ഷിക്കാനുള്ള വലിയ പോരാട്ടം രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ
ആ നിർണായകമായ പോരാട്ടത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ചുമതലയാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് പൊതുവിൽ ഇന്ത്യയിൽ നിർവഹിക്കാനുള്ളത്. ആ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ശക്തി കോട്ട എന്ന നിലയിൽ കേരളത്തിൽ നിന്ന് 20 പാർലമെൻറ്റ് സീറ്റിലേക്കും ഇടതുപക്ഷം വിജയിച്ച് വരാനുള്ള സാഹചര്യം ഈ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ കാര്യത്തിലും വളരെ ശ്രദ്ധയോടുകൂടി അക്കാര്യത്തിൽ ജനങ്ങളുടെ ആകെ സ്വീകാര്യതയുള്ള വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തന മികവ് പ്രകടിപ്പിച്ചിട്ടുള്ള ജനപ്രതിനിധികളായും പൊതു രാഷ്ട്രീയ രംഗത്ത് ദീർഘകാല അനുഭവമുള്ളവരായും പുതുമുഖങ്ങൾ എന്ന നിലയിലും മന്ത്രിമാരും രാജ്യസഭ ലോകസഭാ അംഗങ്ങൾ എന്ന നിലയിലും വലിയ സംഭാവന നൽകിയിട്ടുള്ളവരും ഒക്കെ അടങ്ങുന്ന നിയമസഭാ രംഗത്ത് വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ യുവജന പ്രസ്ഥാനത്തിൻ്റെ സാംസ്കാരിക രംഗത്തെ ഒക്കെ പ്രമുഖരായിട്ടുള്ള സാന്നിധ്യമായി മാറിയിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികളായിട്ട് വന്നിട്ടുള്ളത്. BJPയുടെ ലിസ്റ്റ് ഇപ്പോൾ വരികയുണ്ടായി. ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും സ്ഥാനാർത്ഥികൾ ആരായിരിക്കണം എന്നൊക്കെ ഉള്ളത് അതത് രാഷ്ട്രീയ പാർട്ടികളുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്രകാരമുള്ള കാര്യങ്ങൾ വരിക. പക്ഷേ BJPയുടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് ഇപ്പോൾ പുറത്ത് വരുന്ന സാഹചര്യത്തിലും തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരാശങ്ക ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഈ സംസ്ഥാനത്തെ എല്ലാ മണ്ഡലത്തിലുമുള്ള ഇടതുപക്ഷത്തിൻ്റെ നല്ല നിലയിലുള്ള വിജയ പ്രതീക്ഷയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒന്ന് സ്പർശിക്കാനോ കഴിയുന്ന സ്ഥാനാർത്ഥികളെ അല്ല BJP ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ സ്ഥാനാർത്ഥിത്തെ സംബന്ധിച്ച് ഇടതുപക്ഷത്തിന് യാതൊരു ആശങ്കയും ഇക്കാര്യത്തിലില്ല എന്ന് മാത്രമല്ല, ഇടതുപക്ഷം നല്ല നിലയിൽ ജനങ്ങളുടെ അംഗീകാരത്തോടുകൂടി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സാഹചര്യമുണ്ട്. മൂന്നാമത്തേത് കോൺഗ്രസിനെ സംബന്ധിച്ചാണ്. കോൺഗ്രസ് ആകെ ആശങ്കയിലാണ്. കോൺഗ്രസിൻ്റെ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ചർച്ചകൾ ഉയരുന്ന വേളയിൽ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ വലിയ ആശങ്കയിലാണ്. UDF സംബന്ധിച്ച് അവർ വലിയ ആശങ്കയിലാണ്. UDFൻ്റെ മൂന്നാമത്തെ സീറ്റ് ആവശ്യപ്പെട്ടിട്ടുള്ള മുസ്ലിം ലീഗ് അതിനകത്ത് വലിയ നിലയിലുള്ള കോൺഗ്രസിനെതിരായിട്ടുള്ള വികാരങ്ങൾ പലപ്പോഴും ഉയർന്നു വന്നിട്ടുണ്ട്. പിന്നെ കോൺഗ്രസിൻ്റെ MPമാർ, കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസിൻ്റെ MPമാരുടെ പാർലമെൻറ്റിലെ പെർഫോമൻസ് കനത്ത പരാജയമാണ് എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയും. പാട്ട് പാടിയും നൃത്തം വെച്ചുമൊക്കെ പോകുന്ന അതിനപ്പുറത്തേക്ക് ഇന്ത്യൻ പാർലമെൻറ്റിൽ ജനങ്ങൾക്ക് വേണ്ടി അഭിപ്രായം പറയാനും ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാനും ഒക്കെ വലിയ പരാജയമാണ് കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസിൻ്റെ MPമാർ എന്നുള്ളത് നമ്മുടെ അനുഭവമാണ്. എന്നാൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു അംഗമായിരുന്ന AM ആരിഫ് ആയിക്കോട്ടെ, പാർലമെൻറ്റ് രാജ്യസഭാ അംഗങ്ങളായിട്ടുള്ള ജോൺ ബ്രിട്ടാസ് ആകട്ടെ, ഇളമരം കരീം ആകട്ടെ, വി ശിവദാസനാകട്ടെ, A റഹീം ആകട്ടെ, അങ്ങനെ പാർലമെൻറ്റേറിയന്മാർ എന്ന നിലയിൽ വലിയ നിലയിൽ പാർലമെൻറ്റിൽ പെർഫോം ചെയ്യാൻ കേരളത്തിൽ നിന്നുള്ള ഇടതുപക്ഷത്തിൻ്റെ ജനപ്രതിനിധികൾക്ക് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിർഭാഗ്യവശാൽ ലോകസഭാംഗങ്ങൾ ഇടതുപക്ഷത്തിന് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല, പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. പക്ഷേ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ആ സാഹചര്യമല്ല കേരളത്തിലുള്ളതെന്നും ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തോടുകൂടി 20 പാർലമെൻറ്റ് മണ്ഡലത്തിലും ജയിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥികളെയാണ് ഇടതുപക്ഷം തീരുമാനിച്ചിട്ടുള്ളത്. കോൺഗ്രസിൻ്റെ ആശങ്ക പോലും അവർക്കുള്ളിൽ പരിഹരിക്കപ്പെട്ടിട്ടില്ല. സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. സിറ്റിംഗ് MPമാർ ജയിക്കുമോ എന്ന് കോൺഗ്രസിനകത്ത് തന്നെ. ഞാൻ അങ്ങയിലേക്ക് വരാം. അഡ്വക്കേറ്റ് സേനാപതി വേണു, ഇതാണ് ഇപ്പോൾ നോക്കൂ, LDFൻ്റെ ആണെങ്കിൽ 20 സീറ്റിലും സ്ഥാനാർത്ഥികളായി, BJP 12 സീറ്റുകളിലേക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ സ്ക്രീനിംഗ് കമ്മിറ്റി കഴിഞ്ഞ സമയത്ത് ഒരു 15 സിറ്റിംഗ് MPമാരുടെ കാര്യത്തിൽ വലിയ ശുഭകരമായ വാർത്തകൾ പുറത്തു വന്നു. വലിയ കോൺഫിഡൻസ് ആ MPമാർ പ്രകടിപ്പിച്ചു. അവർ ഒരുപക്ഷെ പലരും ഈ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ആദ്യഘട്ടത്തിലേക്കൊക്കെ കടന്ന ഒരവസ്ഥ കൂടി നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ കനകോലുവിൻ്റെ റിപ്പോർട്ട്, കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് വിദഗ്ധനായ സുനിൽ കനകോലുവിൻ്റെ റിപ്പോർട്ട് മറിച്ചാണ്. സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ആ റിപ്പോർട്ട് പൂർണ്ണമായും നിരാകരിച്ചുകൊണ്ടാണ് കനകോലു അത്തരത്തിൽ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. എപ്പോഴത്തേക്ക് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ മത്സരരംഗത്ത് വരും, ആരൊക്കെ മത്സരിക്കുന്നുവെന്ന് എപ്പോൾ അറിയാൻ കഴിയും? എന്തെങ്കിലും ധാരണയുണ്ടോ? നീലിമ, രാജ്യത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നാളെയോ മറ്റന്നാളോ അല്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ
നമ്മൾ ഇത്രയും ഒരു വേവലാതിയുടെ ആവശ്യമില്ല. ബംഗാളിലെ CPM സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല, ത്രിപുരയിലെ CPM സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇനി അങ്ങോട്ടൊന്നും പോകണ്ട. തമിഴ്നാട്ടിൽ കോയമ്പത്തൂരിൽ മത്സരിക്കുന്ന PR നടരാജനും മധുരയിൽ മത്സരിക്കുന്ന തോളർ സു വെങ്കടേഷും അവരെ ഒന്നും സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ കേരളത്തിലെ 20 സീറ്റിൽ മാത്രമല്ല തെരഞ്ഞെടുപ്പ് നടക്കുന്ന 543 സീറ്റുകളിലേക്ക് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് ഞങ്ങളങ്ങനെ ആശങ്കയിലാണ്, ഉത്കണ്ഠയിലാണ് എന്നുള്ള ഒരു പ്രചരണം എന്നൊക്കെ പറയുന്നത് അത് നമുക്കൊരു പ്രചരണത്തിന് വേണ്ടി നടത്താവുന്ന ഒരു പ്രചരണം മാത്രമാണ്. പിന്നെ കേരളത്തിലെ MP-മാരുടെ പെർഫോമൻസ്, കേരളത്തിലെ MP-മാരിൽ ഏറ്റവും മികച്ച പെർഫോമൻസ് നടത്തിയിട്ടുള്ള ആള് ശ്രീ NK പ്രേമചന്ദ്രനാണ്, എല്ലാവർക്കും അറിയാവുന്ന. പാർലമെന്റിൽ തിരുവനന്തപുരത്തെ MP ഡോക്ടർ ശശി തരൂരിന്റെ പ്രസംഗങ്ങളും പാർലമെന്റിലെ അദ്ദേഹത്തിന്റെ ഡിബേറ്റുകളും ഒക്കെ അത് ലോകോത്തരം എന്നേ അതിന് പറയാനായിട്ട് പറ്റുള്ളൂ. പാർലമെന്റിലെ ഞങ്ങളുടെ പാർലമെന്ററി ഡെപ്യൂട്ടി പാർലമെന്ററി ലീഡറാണ് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്. ഈ ഗവൺമെന്റിന്റെ അതായത് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിന്റെ ജനദ്രോഹ നയങ്ങളും അതോടൊപ്പം തന്നെ ഇവിടെ സൂചിപ്പിച്ച ആ വർഗീയമായ നയങ്ങൾക്കെതിരെ പാർലമെന്റിൽ ഞങ്ങളുടെ ശക്തിക്കനുസരിച്ച് ഞങ്ങൾ നടത്തുന്ന പോരാട്ടങ്ങൾ, ആ പോരാട്ടങ്ങൾ ജനങ്ങൾ സംതൃപ്തരാണ്. ആ ജനങ്ങളുടെ സംതൃപ്തിയാണ് ഞങ്ങളുടെ MP-മാരെ വിലയിരുത്തുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഞങ്ങളിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്, കേരളത്തിലെ കോൺഗ്രസിന്റെ ഞങ്ങളുടെ സ്ക്രീനിങ് കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്, നിലവിലെ ഞങ്ങളുടെ പാർലമെന്റിൽ ഉള്ള 15 MP-മാരും അവർ മത്സരിക്കട്ടെ. ഞങ്ങൾ ആലപ്പുഴയിൽ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല, ചെറിയ മാർജിൽ 9000 വോട്ടിന്റെ മാർജിൽ തോറ്റ ഒരു സീറ്റുണ്ട്. ആ സീറ്റിന്റെ കാര്യത്തിൽ കുറച്ചുകൂടി ഞങ്ങളൊരു ഒരു പുതിയ തീരുമാനത്തിലേക്ക് വരുന്നു. അപ്പോൾ 15+16 ഘടകകക്ഷികൾ മത്സരിക്കുന്ന മുസ്ലിം ലീഗിന്റെ സീറ്റുകൾ അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. RSPയുടെ സീറ്റ് കൊല്ലത്ത് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരുന്നു. കേരള കോൺഗ്രസ് BJ ജോസഫ് വിഭാഗം, ഇപ്പം അതിനങ്ങനെയല്ല, കേരള കോൺഗ്രസ് തന്നെയാണ് പറഞ്ഞത്, അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചും കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സ്ഥാനാർത്ഥികളുടെയൊക്കെ ഒരു അനൗപചാരികമായ പ്രഖ്യാപനം വന്നു കഴിഞ്ഞിരിക്കുന്നു. പിന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ചിലപ്പോൾ ഈ പറയുന്ന 15 പേരിൽ പകുതി പേർക്ക് പോലും വിജയ സാധ്യത ഇല്ല എന്നുമാണല്ലോ കനകോലു റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണുന്നത്. കനകോലു അടക്കമുള്ള ആളുകളുമായി ചർച്ച നടത്താൻ K സുധാകരനും VD സതീശനും ഒക്കെ ദില്ലിക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ. അത് പിന്നെ എന്തിനാണ്? അത്ര ബുദ്ധിമുട്ടില്ല, കൃത്യമായ ശുഭാപ്തി വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ലിസ്റ്റ് അങ്ങ് പ്രഖ്യാപിച്ചാൽ പോരെ? എന്നെ ഒന്ന് പറയാൻ അനുവദിച്ചേ നിലിമ. ഞാൻ KPCCയുടെ മീഡിയ വക്താവായിട്ട് ചർച്ചയിൽ വരുന്നയാളാണ്. ഞാൻ KPCCയുടെ നേതാക്കന്മാരുമായിട്ട് നിരന്തരമായിട്ട് ബന്ധപ്പെടുന്നു. അങ്ങനെ കനകേലുവിൻ്റെ ഒരു റിപ്പോർട്ട് ഉള്ളതായിട്ടോ ആ റിപ്പോർട്ടിൽ ആരുടെയെങ്കിലും പെർഫോമൻസ് മോശമായിട്ടുള്ളതായിട്ടോ എൻ്റെ അറിവിലില്ല. ഒരുപക്ഷെ എൻ്റെ ചിലപ്പോൾ ഉള്ള പരിമിതമായ അറിവ് കൊണ്ടായിരിക്കാം. എന്നേക്കാൾ കൂടിയ അറിവ് ഈ കാര്യത്തിൽ ഷിജു ഖാന് കിട്ടിയിട്ടുണ്ട് എങ്കിൽ ഞാൻ അതിനെ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഏതെങ്കിലും സോഴ്സിൽ നിന്ന് അങ്ങനെ ഒരു അറിവ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ അത്, പക്ഷേ എൻ്റെ അറിവിലില്ല അങ്ങനെ കനകേലുവിൻ്റെ ഒരു റിപ്പോർട്ടിൽ ആരെങ്കിലും മോശക്കാരാണെന്നോ അല്ലെങ്കിൽ ആർക്കെന്തെങ്കിലും എന്തെങ്കിലും കുറവുള്ളതായിട്ടോ. അങ്ങനെ കുറവുള്ളതായിരുന്നുവെങ്കിൽ KPCCയുടെ സ്ക്രീനിംഗ് കമ്മിറ്റിയും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ രാഷ്ട്രീയ കാര്യ സമിതിയും ചേർന്ന് ഐകകണ്ഠേനയാണ് ഈ 15 സ്ഥാനാർത്ഥികളും നിലവിലെ സിറ്റിംഗ് MP-മാർ എല്ലാവരും തുടരട്ടെ. അവരുടെ പെർഫോമൻസ് ആദ്യഘട്ടത്തിൽ അങ്ങേക്ക് പറയാനുള്ളത് ഇതാണ്, അതായത് സിറ്റിംഗ് MP-മാരെല്ലാം മത്സരിക്കുമെന്ന ശുഭാപ്തി വിശ്വാസം അഡ്വക്കേറ്റ് സേനാപതി വേണു പുലർത്തുകയാണ്. ശ്രീ M ജയചന്ദ്രൻ, അങ്ങനെ സേനാപതി വേണു ആശ്വസിക്കുന്നത് പോലെ ഈ 15 സിറ്റിംഗ് MP-മാർക്ക് ആശ്വസിക്കാൻ കഴിയുന്ന സ്ഥിതി ഉണ്ടോ ഇവിടെ? നീലിമ, ഇതില് ചില പ്രശ്നങ്ങൾ ഉള്ളത്. ഇപ്പോ പിന്നെ ഈ പറഞ്ഞ നീലിമ പറഞ്ഞ ഇപ്പോ നമ്മുടെ ബഹുമാന്യ സുഹൃത്ത് ശ്രീ സേനാപതി വേണുവിനോട് ചോദിച്ച ഈ സുനിൽ കനകോലുവിന്റെ റിപ്പോർട്ടുണ്ടല്ലോ. അതിനു മുമ്പ് സുനിൽ കനകോലു എന്ന് പറയുന്ന വ്യക്തി പിന്നെ 2014 മോദിക്ക് വേണ്ടി പ്രധാനമന്ത്രി ആയിട്ട് ആദ്യം വന്നപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി PR വർക്ക് ചെയ്ത ടീമിന്റെ നേതാവ് പിന്നെ പ്രശാന്ത് കിഷോർ ആയിരുന്നു. ആ ടീമിലുണ്ടായിരുന്ന ആളാണ് ഈ കനകോലു. അത് കഴിഞ്ഞ് പിന്നീട് പ്രശാന്ത് കിഷോറും സുനിൽ കനകോലും എല്ലാം അവിടുന്ന് പോരുന്നുണ്ട് 2 വർഷം കഴിയുമ്പോൾ. ഇപ്പോൾ അദ്ദേഹം പിന്നെ നമ്മുടെ കർണാടക മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ അഡ്വൈസറും ക്യാബിനറ്റ് റാങ്ക് ഉള്ള വ്യക്തിയുമാണ്. അദ്ദേഹമാണ് തെലങ്കാനയുടെ വിജയത്തിന്റെയും ശില്പിയായിട്ട് നിന്ന പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ്. അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് ഹൈക്കമാൻഡിന് എന്ന് പറഞ്ഞാൽ സുപ്രീം കമാൻഡ്, അങ്ങനത്തെ കമാൻഡ് ഉണ്ട്. അതില് പിന്നെ സോണിയാഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ, സുനിൽ കനകോലു തുടങ്ങിയവരാണ് ഉൾപ്പെടുന്നതെന്നാണ് പൊതുവിൽ അറിയപ്പെടുന്നത്. അപ്പോ സുനിൽ കനകോലു പ്രധാനമായിട്ടും മാവേലിക്കര, പത്തനംതിട്ട, തൃശ്ശൂര്, കോഴിക്കോട്, കണ്ണൂർ
മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ പോരാ എന്ന് പറയുമ്പോൾ ആ റിപ്പോർട്ട് പിന്നെ അങ്ങനെ ഒരു റിപ്പോർട്ടുണ്ട് എന്ന് പറയാതെ പറയുന്നുണ്ട് നമ്മുടെ സേനാപതി വേണു. അദ്ദേഹം സമ്മതിക്കാൻ കഴിയില്ല, അത് വേറെ കാര്യം. അങ്ങനെ ഉണ്ടെന്ന് പറയുമ്പോൾ അത് ഹൈക്കമാൻഡിന്റെ അഭിപ്രായമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. കാരണം സുനിൽ കനകൂലു എന്ന് പറയുന്ന വെറും ഒരു പോസ്റ്റ് സ്ട്രാറ്റജിസ്റ്റ് ആയിട്ട് കണ്ടുകൂടാ. അദ്ദേഹം പറയുന്നത് വാസ്തവത്തിൽ ഞാനീ പറഞ്ഞ സുപ്രീം കമാൻഡിന്റെ ഭാഗമായിട്ട് തന്നെ അദ്ദേഹം പറയുന്നത്. അതിൽ പി ചിദംബരം, മുകുൾ വാസനിക്കും ഒക്കെ ഇവരുടെ പ്രചാരണ സമിതിയുമായി ബന്ധപ്പെട്ട് വേറൊരു കമ്മിറ്റിയിലുമുണ്ട്. അത് മറ്റൊരു കാര്യം. അപ്പോൾ അത്തരത്തിലുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള തർക്കങ്ങൾ കേന്ദ്ര നേതൃത്വത്തിന് ഉണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടാതിരിക്കുന്നതും തീരുമാനിക്കപ്പെടാതിരിക്കുന്നതും കളത്തിലേക്ക്, തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങാൻ ഇനിയും കഴിയാത്തതുമായൊരു നില കോൺഗ്രസിന് ഉള്ളത്. UDFന്റെ മറ്റ് സീറ്റുകളിൽ കൊല്ലവും കോട്ടയവും പൊന്നാനിയും മലപ്പുറവും പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണല്ലോ. ബാക്കി 16 സീറ്റുകളാണല്ലോ പ്രഖ്യാപിക്കേണ്ടത്. ആ സീറ്റുകൾക്ക് ഇപ്പോഴും തർക്കത്തിൽ നിൽക്കുന്നതിന്റെ കാരണം ഇത് തന്നെയാണ്. ഈ കനകോലു ഫാക്ടർ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അത് മാത്രമല്ല ശ്രീ എം ജയചന്ദ്രൻ, മറ്റൊന്നും കൂടി അതിന്റെ കൂടെ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. വയനാട്, ആലപ്പുഴ, കണ്ണൂർ സീറ്റുകളെ ചൊല്ലിയുള്ള വലിയ തർക്കം, ഈ മറ്റേ ബിഗ് നെയിംസ് ഈ മണ്ഡലങ്ങളിലേക്ക് വരുമോ എന്നുള്ള വലിയ ആകാംക്ഷയും തർക്കവും ഇപ്പോഴും കോൺഗ്രസിനെ വിട്ടുമാറിയിട്ടില്ല എന്ന് വേണം പറയാൻ. വയനാട്ടിൽ രാഹുൽ ഗാന്ധി വരുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം നിലനിൽക്കുന്നു. ആലപ്പുഴയിൽ KC വേണുഗോപാൽ എത്തുമോ എന്നുള്ള സന്ദേഹം ബാക്കി നിൽക്കുന്നു. കണ്ണൂരിൽ K സുധാകരൻ. യഥാർത്ഥത്തിൽ ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണേണ്ട 3 വ്യക്തികളാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസിനെ ഈ ഒരു അവസ്ഥയിൽ, ഈ ഒരു ദുർഘട സ്ഥിതിയിൽ എത്തിച്ചിരിക്കുന്നത് എന്ന് വേണ്ടേ കരുതാൻ? അല്ല, അത് തന്നെ പറയുമ്പോ ശ്രീ സേനാപതി വേണു മുമ്പേ സംസാരിച്ചപ്പോ നമ്മുടെ കേരളത്തിലെ കോൺഗ്രസ് MPമാരുടെ പ്രത്യേകിച്ചും UDFന്റെ കൂടെ ചേർത്ത് പറഞ്ഞു, കൊല്ലം കൂടെ ചേർത്ത് പറഞ്ഞു, അവരുടെ പെർഫോമൻസിനെ കുറിച്ച് അദ്ദേഹം 1-2 വാചകങ്ങൾ പറഞ്ഞു. ശ്രദ്ധേയമായ ഒരു സംഗതി ഞാൻ അതിൽ കണ്ടത്, അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ പേര് പറഞ്ഞില്ല. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം അതാണ്. ദേശീയ നേതാവല്ലേ, ഭൂരിപക്ഷം കിട്ടിയ പ്രധാനമന്ത്രിയാകേണ്ട വ്യക്തിയല്ലേ, വയനാടിന്റെ പ്രതിനിധിയല്ലേ, എന്തുകൊണ്ടാണ് ശ്രീ സേനാപതി വേണു കേരളത്തിലെ ലോക്സഭാംഗങ്ങളുടെ പെർഫോമൻസ്, UDFന്റെ MPമാരുടെ പെർഫോമൻസ് പറയുമ്പോൾ രാഹുൽ ഗാന്ധി ഒഴിവാക്കപ്പെടുന്നത്? അദ്ദേഹം തന്നെ മറുപടി പറയേണ്ടതാണ് കേട്ടോ. ഞാനത് അദ്ദേഹം പറഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചൊരു വസ്തുത അതായതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. പിന്നെ KC വേണുഗോപാലിന്റെ കാര്യം, സ്വാഭാവികമായിട്ടും കോൺഗ്രസിന്റെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന വ്യക്തി ഇപ്പൊ അദ്ദേഹം കോൺഗ്രസ് MP ആണ് രാജ്യസഭയുടെ. ആ വ്യക്തിക്ക് കേരളത്തിൽ വന്ന് ആലപ്പുഴയിൽ വന്ന് മത്സരിക്കുക, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഇല്ലെങ്കിൽ വയനാട്ടിൽ തന്നെ മത്സരിക്കാൻ തീരുമാനിച്ചാൽ ഉണ്ടാവുന്ന ഒരു വലിയ റിസ്ക് ഫാക്ടർ ഉണ്ട്. അതായത് ജയസാധ്യതയല്ല റിസ്ക് ഫാക്ടർ. കോൺഗ്രസിനെ ഇന്ത്യയിൽ മുഴുവനും സംഘടനാപരമായി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നയിക്കേണ്ട ചുമതലയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ്, കോൺഗ്രസ് പ്രസിഡന്റിനേക്കാളും പ്രധാനപ്പെട്ട വ്യക്തിയാണ് കോൺഗ്രസിന്റെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത്. ആ വ്യക്തി ഒരു മത്സരത്തിന് ആലപ്പുഴയോ വയനാടോ തെരഞ്ഞെടുക്കുമെന്ന് ഇപ്പോഴത്തെ നിലയിൽ കരുതുക അസംബന്ധമാണെന്ന് ഞാൻ പറയൂ. ഞാൻ അങ്ങനെ കരുതൂ. അതിന് അത്ര വലിയ ഭാരിച്ച ഉത്തരവാദിത്വം വഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ് KC വേണുഗോപാൽ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറിക്ക് ഉള്ളത്. അതല്ലെങ്കിൽ ഈ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി സ്ഥാനമൊക്കെ മാറ്റി വെച്ചിട്ട് പിന്നെ അദ്ദേഹം കേരളത്തിലേക്ക് വന്ന് മത്സരിക്കാനാണെങ്കിൽ ഓക്കെ. പക്ഷെ അതിന് ആവശ്യമില്ല ഇപ്പൊ അദ്ദേഹം നമ്മൾ നോക്കുമ്പോൾ. കാരണം ഇപ്പൊ MP ആണല്ലോ. ഇൻ കേസ് ഇപ്പൊ മോദി തന്നെ അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞു നടക്കുന്നത് കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ്. ഇനി ഇൻ കേസ് വന്നാൽ പോലും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ പോലും KC വേണുഗോപാലിന് ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിയാവുന്നതിന് രാജ്യസഭാ അംഗം എന്ന നിലയിൽ ഇപ്പൊ തന്നെ അദ്ദേഹത്തിന് അതിനുള്ള അർഹതയുണ്ട്. അതൊക്കെ കൂടെ പരിഗണിക്കുമ്പോൾ KC വേണുഗോപാൽ വരും എന്ന് പറയുന്നത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ പ്രായോഗികമായിട്ട് ശരിയല്ല എന്ന് മാത്രമല്ല, അസംബന്ധമാണെന്നും കൂടി എനിക്ക് തോന്നുന്നത്. അതുപോലെ KC വേണുഗോപാലിന്റെ കാര്യത്തിൽ ശ്രീ ജയേന്ദ്രൻ, KC വേണുഗോപാലിന്റെ കാര്യത്തിൽ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. അദ്ദേഹം ഇപ്പോൾ രാജസ്ഥാനിൽ നിന്നാണല്ലോ. ഇനി പക്ഷേ രാജസ്ഥാനിൽ നിന്നും അഥവാ അവിടെ ഇവിടെ മത്സരിച്ച് ജയിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ ആ രാജ്യസഭാ സീറ്റ് തിരികെ കിട്ടൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അസാധ്യമാണ്. അങ്ങനെ ഒരു റിസ്ക് ഫാക്ടർ കൂടി KC വേണുഗോപാലിന്റെ കാര്യത്തിലുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇവർക്ക് മത്സരിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അതങ്ങ് തുറന്നു പറഞ്ഞാൽ തീരുന്ന പ്രതിസന്ധിയല്ലേ ഇത്? അല്ല, ഇത് PR വർക്കാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. ഇവരിങ്ങനെ വരുന്നു എന്ന് പറഞ്ഞ് PR വർക്ക് ചെയ്യിക്കുകയാണല്ലോ. ഈ PR വർക്ക് ചെയ്യുന്നതിലൂടെ മറ്റ് പലർക്കുള്ള സാധ്യതകൾ അടക്കുകയാണെന്നതിനും വാസ്തവത്തിൽ കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആലപ്പുഴയിൽ താല്പര്യപ്പെടുന്ന എത്രയോ പേരുണ്ട്. ആർക്കാണ് അറിയാത്തത്? എനിക്ക് കൃത്യമായിട്ട് അറിയാം. കാര്യം ഞാൻ ആലപ്പുഴ സ്വദേശിയും കൂടെ ആയതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ധാരണയുള്ളതുകൊണ്ട് ഞാൻ പറയുക. എത്രയോ പേരുടെ സാധ്യതകളാണ് ഇങ്ങനെ അടഞ്ഞു കിടക്കുന്നത്. അതുപോലെ തന്നെ വയനാട്ടിൽ രാഹുൽ ഗാന്ധി വരുന്ന കാര്യം അങ്ങേയറ്റത്തെ സംശയാസ്പദമായ ഒരു കാര്യമായിട്ടാണ് ഇപ്പോഴും നിൽക്കുന്നത്.
കാരണം ഈ കോർഡിനേഷനിൽ, ഇന്ത്യ കോർഡിനേഷനിൽ CPIM അത് ആ കമ്മിറ്റിയിലില്ല. പക്ഷെ CPI ഉണ്ട്. ആ CPIയുടെ ദേശീയ നേതാവായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള ആനി രാജയാണ് അവിടെ മത്സരിക്കുന്നത്. അപ്പൊ രാഹുൽ ഗാന്ധി കോൺഗ്രസിന് നേതാവായ രാഹുൽ ഗാന്ധി BJPയെ നേരിട്ട് ഏറ്റുകൊണ്ടുന്ന ഏതെങ്കിലും സ്റ്റേറ്റിൽ പോയി മത്സരിക്കണമോ, അതോ സ്വന്തം ഇന്ത്യ മുന്നണിയിൽപ്പെട്ട അതിന്റെ കോർഡിനേഷൻ കമ്മിറ്റിയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ആനി രാജയോട് പോയി മത്സരിക്കണമോ? ഈ ഒരു പിന്നെ ആന്തരികമായൊരു പ്രശ്നം വല്ലാതെ അലട്ടുന്നുണ്ട് അവിടെ അദ്ദേഹത്തിന് എന്നാണ് ഞാൻ പിന്നെ പൊതുവിൽ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വരാനുള്ള ചാൻസ് ഇപ്പോഴും അങ്ങോട്ട് തുറന്നിട്ടില്ല. വരില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല, എന്നാൽ അങ്ങോട്ട് ഓപ്പൺ ആയിട്ടില്ല പൂർണ്ണമായിട്ട് ഈ ഒരു ഘടകം കാരണം. അപ്പൊ അതൊക്കെ അവിടെ നിൽക്കുകയാണ്. അതൊക്കെ കൂടെ നിൽക്കുമ്പോഴേക്ക് കോൺഗ്രസ് ഒരു ഡിലമയിലാകുന്നത് ഇതൊക്കെ കൊണ്ടാണ്. അതിന്റെ ഭാഗമായിട്ട് എന്താ സംഭവിക്കുന്നത്? പിന്നെ LDFന് മുഴുവൻ സ്ഥാനാർത്ഥികളെ ഫീൽഡ് ചെയ്യാൻ കഴിഞ്ഞു. അവരെല്ലാവരും വളരെ ഗംഭീരമായി തന്നെ മണ്ഡലങ്ങളിൽ പെർഫോം ചെയ്തു തുടങ്ങി. പിന്നെ BJPയുടെ കാര്യം വളരെ വിചിത്രമായ സംഗതി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വോട്ട് BJPക്ക് പാർലമെന്റ് ഇലക്ഷനിൽ കിട്ടിയിട്ടുള്ളത് ഒന്ന് തിരുവനന്തപുരം 1ാം സ്ഥാനം, 2ാം സ്ഥാനം പിന്നെ പത്തനംതിട്ട, 3ാം സ്ഥാനമാണ് തൃശ്ശൂർ. അതെ, ഞാൻ അങ്ങിലേക്ക് വരാം. ശ്രീ സേനാപതി വേണു, അങ്ങ് മറുപടി പറയേണ്ട ഒരു ചോദ്യം ശ്രീ M ജയചന്ദ്രൻ ചോദിക്കുന്നത് ഉണ്ടായിരുന്നു. താങ്കൾ കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഈ MP-മാരുടെ കൂട്ടത്തിൽ വയനാട് MP-യുടെ കാര്യം മാത്രം അങ്ങ് പരാമർശിച്ചില്ല. അങ്ങ് എന്താ, അദ്ദേഹം എന്താണ് ഈ കേരളത്തിന് വേണ്ടി അവിടെ, പ്രത്യേകിച്ചും വയനാടിനെങ്കിലും വേണ്ടി അവിടെ പാർലമെന്റിൽ വാതുറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായോ? വളരെ പെട്ടെന്ന് മറ്റ് അതിഥികളിലേക്ക് കൂടി പോകണം. അതുകൊണ്ടാണ് ഞാനതിനെ ഒറ്റ വാക്കിൽ ഞാൻ ഇതിന് മറുപടി പറയാം. ഇന്ത്യയിലുടനീളം ഈ സംഘപരിവാർ ശക്തികൾക്കെതിരെ ശ്രീ രാഹുൽ ഗാന്ധി നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടങ്ങൾ, ആ പോരാട്ടങ്ങൾ അത് പ്രത്യേകിച്ച് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമില്ലോ. ഇനിയിപ്പം ശരി, ശ്രീ സേനാപതി വേണു, രാജ്യത്തെ എല്ലാ പ്രധാന കക്ഷികളും 2024 തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ഏത് നിമിഷം വേണമെങ്കിലും വിജ്ഞാപനം വരാം. നിങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധി എവിടെയാണ്? ആ യാത്ര പോലും ഇട്ടെറിഞ്ഞിട്ട് അദ്ദേഹം എവിടെയാണ് പോയിരിക്കുന്നത്? ഇല്ലെന്നേ, ആ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിൽ കഴിഞ്ഞ തവണ നിങ്ങൾ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയ രാഹുൽ ഗാന്ധി ഇത്തവണ ഏതെങ്കിലും വിധത്തിലുള്ള റോൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കുന്നുണ്ടോ? അദ്ദേഹം എവിടെയാണ് എന്ന ചോദ്യത്തിനെങ്കിലും മറുപടി പറയാൻ കഴിയും. നീലിമ, അദ്ദേഹത്തിന്റെ യാത്ര അത് അരുണാചൽ പ്രദേശ്, ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അതിർത്തിയിൽ നിന്ന് ആരംഭിച്ച് അത് മഹാരാഷ്ട്രയിൽ ബോംബെയിൽ സമാപിക്കാനുള്ള അദ്ദേഹത്തിന്റെ ഭാരത് ജോഡോ ന്യായ യാത്രയിൽ അതിനിടയിൽ അദ്ദേഹം കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി, അതായത് ഇന്ത്യയിൽ വളരെ അപൂർവം ആളുകൾക്കാണ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലൊക്കെ അഭിസംബോധന ചെയ്യാൻ അവസരം കിട്ടുകയുള്ളൂ. അതൊക്കെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ, ഒരു രാഷ്ട്രീയ നേതാവിന്റെയോ അല്ലെ ഒരു പൊതുപ്രവർത്തകന്റെയോ ജീവിതത്തിൽ ഒരിക്കലൊക്കെ കിട്ടുന്ന ഒരു അവസരമാണ്. അതിന് അദ്ദേഹം പോയി. അത് ഞങ്ങൾ അഭിമാനം കൊള്ളുന്നവരാണ്. കാരണം കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ലോകത്തിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥികളെ, അത് സയന്റിസ്റ്റുകളായാലും ചിന്തകന്മാരായാലും നാളേക്ക് രാജ്യത്തെ വാർത്തെടുക്കുന്ന പ്രതിഭാശാലികൾ, അതൊന്നും കുറ്റമല്ല. പക്ഷേ രാജ്യം അതിനിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽ എത്തി നിൽക്കുമ്പോൾ എന്തിനാണ് പ്രിഫറൻസ് നൽകേണ്ടത്? ഒരു രാജ്യത്തെ നയിക്കുമെന്ന് പറയുന്ന ഒരാൾ എന്തിനാണ് പ്രിഫറൻസ് നൽകേണ്ടത് എന്ന വലിയ ചോദ്യം കോൺഗ്രസിന്റെ പ്രവർത്തകരിലും ഇല്ലേ? ഇന്ത്യയിൽ നിന്ന് ഒരു പൊതുപ്രവർത്തകന്, ഒരു കോൺഗ്രസ് പാർട്ടിയുടെ ഇപ്പൊ ഇന്ത്യയിലെ പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഒരാൾക്ക് കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ പ്രസംഗിക്കാനുള്ള അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു അപൂർവങ്ങളിൽ അതാണ് കോൺഗ്രസ് വിലമതിക്കുന്നത്. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ ഷിജു ഖാൻ, കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പ് നോക്കൂ. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുകയാണ്. അതായത് രാജ്യം ഭരിക്കാൻ പോകുന്ന പ്രധാനമന്ത്രിയാണ് എന്നുള്ള ഒരു പ്രതിച്ഛായ സൃഷ്ടിച്ചുകൊണ്ടാണ് വയനാട്ടിൽ രാഹുൽ ഗാന്ധിയെ നിർത്തുന്നത്. അത്തരത്തിൽ ഈ BJP ഭരണത്തെ ഇല്ലായ്മ ചെയ്യാൻ രാഹുൽ ഗാന്ധിയുടെ ഈ നേതൃത്വം ഇന്ത്യക്ക് വലിയ മുതൽക്കൂട്ടാകും എന്ന് കരുതിക്കൊണ്ട് രാഹുൽ ഗാന്ധിയെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി. ആ ഒറ്റ ഘടകം മുൻനിർത്തിക്കൊണ്ട് തന്നെ ഇവിടെ UDF തൂത്തുവാരുന്ന ഒരു സ്ഥിതിയുണ്ടായി കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ. അതിന് വളരെ കൃത്യമായ നിർണായകമായ ഘടകങ്ങളുണ്ട്. അതായത് കോൺഗ്രസിന്റെ കൈകൾക്ക് കരുത്തേകുക എന്നുള്ള കാര്യം ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ ചിന്തിച്ചു എന്നുള്ളതാണ്. അത്തരത്തിൽ കോൺഗ്രസിനെ വിശ്വസിച്ചു എന്നുള്ളതാണ് അന്നത്തെ ആ വിജയത്തിന്റെ ഏറ്റവും വലിയ ഘടകമെന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. പക്ഷേ ഇത്തവണ അങ്ങനെ ന്യൂനപക്ഷങ്ങൾക്ക് രാഹുൽ ഗാന്ധിയെയോ കോൺഗ്രസിനെയോ വിശ്വസിക്കാൻ കഴിയുന്ന സ്ഥിതിയുണ്ടോ? അതുകൊണ്ടാണോ വയനാട്ടിൽ രാഹുൽ മത്സരിക്കുന്ന കാര്യത്തിലൊക്കെ ഇപ്പോഴും വലിയ അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്? മാത്രമല്ല, ഇങ്ങനെ ഇനി വയനാട്ടിൽ രാഹുൽ ഗാന്ധി വന്ന് മത്സരിച്ചാലും ഏതെങ്കിലും വിധത്തിലൊരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നുണ്ടോ?
ഇപ്പോൾ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘടകങ്ങളെ പരിശോധിക്കുമ്പോൾ ന്യൂനപക്ഷ പ്രശ്നം എന്നോ അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിൻ്റെ പിന്നെ നിലപാടുകളെന്നോ ഉള്ള അത്തരത്തിലുള്ള ദ്വന്ദ്വങ്ങളിൽ അല്ല നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. മറിച്ച് അത്തരം പ്രശ്നങ്ങളെ ചിലപ്പോൾ നമുക്ക് പറയേണ്ടി വരുമെങ്കിലും ഇലക്ഷൻ്റെ പൊതുവായ ചിത്രം എന്താണ്? ഇപ്പോൾ ഇന്ത്യയിൽ കഴിഞ്ഞ കാലയളവിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് ഇപ്പോൾ 2019 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലടക്കം കോൺഗ്രസ് നടത്തിയിട്ടുള്ള വലിയ പ്രചരണമുണ്ട്. കോൺഗ്രസ് അധികാരത്തിൽ വരും, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അനുകൂലമായൊരു നിലപാട് സ്വീകരിക്കണം എന്ന് അവർ കേരളത്തോട് പറയുകയുണ്ടായി. അപ്പോൾ ഇന്ത്യയിലെ ഒരു ഫാസിസ്റ്റ് ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യമാണ്. രണ്ടാമതും BJP അധികാരത്തിൽ വരുമോ എന്ന ആശങ്ക പൊതുവിൽ എല്ലാവരെയും ബാധിക്കുകയുണ്ടായി. അപ്പോൾ അത്തരം ഒരു പശ്ചാത്തലം കേരളത്തിൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നു. എന്നാൽ അതിനു മുമ്പുള്ള അനുഭവം പരിശോധിച്ചാൽ, അതിന് മുമ്പുള്ള ആ ഒരു 2 പതിറ്റാണ്ട് കാലയളവിലെ അനുഭവങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്ത്യയിലെ കോൺഗ്രസ് UPA ഗവൺമെൻറ് അധികാരത്തിൽ, ഒന്നാം UPA ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നു. മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയാകുന്ന ഒരു കാലയളവുണ്ട്. എങ്ങനെയാണ് മൻമോഹൻ സിംഗ് അധികാരത്തിൽ വരുന്നത്? ഇടതുപക്ഷത്തിൻ്റെ നിർണായകമായ പിന്തുണ BJPയെയും RSSനെയും അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ പിന്തുണ കൊടുക്കുകയാണ്. പുറത്തുനിന്ന് സർക്കാരിൻ്റെ കക്ഷിയാകാതെ പുറത്തുനിന്ന് ഇടതുപക്ഷം പിന്തുണ കൊടുക്കുകയാണ്. അന്ന് രാജ്യത്ത് BJPയെ അധികാരത്തിൽ നിന്ന് തൂത്തെറിയാൻ കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഇടതുപക്ഷത്തിൻ്റെ മുഴുവൻ MP-മാരും ഈ കോൺഗ്രസിനെ പരാജയപ്പെടുത്തി, UDFനെ പരാജയപ്പെടുത്തി ഇന്ത്യൻ പാർലമെൻറ്റിലെത്തിയ ഇടതുപക്ഷത്തിൻ്റെ MP-മാർ ഇന്ത്യയിലെ BJP അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതിന് വേണ്ടി കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ്റിന് പിന്തുണ കൊടുത്തു. ഇടതുപക്ഷം മതേതരത്വത്തിനു വേണ്ടി നടത്തുന്ന ഇടപെടലാണ്, മതേതരത്വത്തെ സംരക്ഷിക്കാൻ നടത്തുന്ന ഇടപെടലാണ്. ഉപപ്രധാനമന്ത്രി കസേരയോ ക്യാബിനറ്റ് മന്ത്രി കസേരയോ മറ്റേത് തരം അധികാരത്തിൻ്റെ സംവിധാനങ്ങളോ ഒക്കെ ഇടതുപക്ഷത്തിന് ലഭിക്കുമായിരുന്നു. പക്ഷേ ഇടതുപക്ഷം പിന്തുണ കൊടുക്കുന്നത് നിരുപാധികമായിട്ട് കോമൺ മിനിമം പ്രോഗ്രാമിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇടതുപക്ഷം അന്ന് കോൺഗ്രസ്സിന് പിന്തുണ കൊടുക്കുന്നത്. ഇപ്പോൾ 2019 നേരത്തെ നീലിമ പറഞ്ഞ ഒരു സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ കോൺഗ്രസ്സിന് ആകെ ലഭിച്ചത് എവിടെ? 52 സീറ്റുകളാണ്. അത് കേരളത്തിൽ നിന്നും, പഞ്ചാബിൽ നിന്നും, കർണാടകയിൽ നിന്നും, മധ്യപ്രദേശിൽ നിന്നും, രാജസ്ഥാനിൽ നിന്നും വിരലിലെണ്ണാവുന്ന സംസ്ഥാനങ്ങളിലാണ് കോൺഗ്രസിൻ്റെ പ്രാതിനിധ്യം ഉണ്ടായത്. 52 MP-മാരാണ് ഇന്ത്യയിലെ കോൺഗ്രസിനുണ്ടായത്. വാസ്തവത്തിൽ 543 അംഗ പാർലമെൻറ്റിൽ കോൺഗ്രസ് തകർന്ന് പോയ ഒരു തെരഞ്ഞെടുപ്പായി അത് മാറുകയുണ്ടായി. നീലിമ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഹലോ നീലിമ, ഞാൻ പറയുന്നത് കേൾക്കാൻ കഴിയുന്നുണ്ടോ? കേൾക്കാം. രണ്ട്, ഇപ്പോൾ ഇവിടെ കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതലയുള്ള സെക്രട്ടറിയെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ പോകുന്നു KC വേണുഗോപാൽ എന്നൊക്കെ പറഞ്ഞ് UDFും കോൺഗ്രസ് ഇവിടെ പറയുകയാണ്. എന്താണ് അദ്ദേഹം തന്നെ സംഘടനാ സെക്രട്ടറി ആയ ശേഷമുള്ള അനുഭവം? 2019 പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ 52 സീറ്റായി കോൺഗ്രസ് ദാരുണമായ അവസ്ഥയിലേക്ക് മാറുകയുണ്ടായി. 2020 ബീഹാറിലും ഡൽഹിയിലും അവർ തോറ്റ് പിന്മാറുകയുണ്ടായി. ചോദിച്ചു മേടിച്ചാണ് ഏതാണ്ട് 70 സീറ്റ് പിടിച്ച് 70 സീറ്റ് പിടിച്ചു വന്നതിന് ശേഷമുള്ള ഒരു കണക്കുകൾ ഒരു മാധ്യമത്തിൽ കാണുകയുണ്ടായി. അതായത് 56 തെരഞ്ഞെടുപ്പുകൾ ഞാനത് പറയാം. അതിൽ ഭൂരിഭാഗത്തിലും തോറ്റുപോയി. എന്താണ് ഇത്തരത്തിലൊരു സംഘടനാ ജനറൽ സെക്രട്ടറിയെ കൊണ്ട് എന്ത് പ്രയോജനം കോൺഗ്രസിനുണ്ടായി? അതാ ഞാൻ പറയുന്നത്, അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് ആണ് ഇതിൻ്റെ ഒക്കെ നേതൃത്വമെന്നും കോൺഗ്രസ് ആണ് ഇതിനെല്ലാം നയിക്കുന്നതെന്നും ഇവിടെ പറഞ്ഞ് കേരളത്തിലെ ജനങ്ങളുടെ വോട്ട് സമാഹരിക്കാൻ കോൺഗ്രസ് പാടുപെടുമ്പോൾ നമ്മൾ കാണുന്ന 2022 പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, ഗുജറാത്ത്, ഗോവ, മണിപ്പൂർ, ഉത്തർപ്രദേശ് തോറ്റ് തുന്നം പാടുന്നു. പഞ്ചാബിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും പുതുച്ചേരിയിലും ഉണ്ടായിരുന്ന ഭരണം നഷ്ടപ്പെടുന്നു. അതോടൊപ്പം ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, ഹരിയാന, സിക്കിം തകർന്ന് തരിപ്പണമാകുന്നു. അസം, കേരളം, പുതുച്ചേരി 2021 പുതുച്ചേരിയിൽ തോക്കുന്നു.
2023 ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, മിസോറാം, മേഘാലയ, നാഗാലാൻഡ് ഒക്കെ തോൽക്കുന്ന സ്ഥിതിവിശേഷം വരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് സംഘടനാ സെക്രട്ടറിമാരുടെ കോൺഗ്രസ് പറയുന്ന പ്രശസ്തി. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ കോൺഗ്രസിനെ ഏത് തരം പ്രചരണം നടത്തിയാലും കോൺഗ്രസിനെ രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇവിടെ ശ്രീ സേനാപതി വേണു, ഞാൻ പറയുന്നത് ഈ സുനിൽ കനകോലുവിൻ്റെ കാര്യം ആരാണ് കേരളത്തിൽ പരിചയപ്പെടുത്തിയത്? കോൺഗ്രസിൻ്റെ അവരുടെ സംസ്ഥാന കമ്മിറ്റിയിൽ, KPCCയുടെ പ്രധാനപ്പെട്ട കമ്മിറ്റിയിൽ സുനിൽ കനകോലു പങ്കെടുക്കുന്ന സ്ഥിതിവിശേഷം കേരളം ചർച്ച ചെയ്തില്ലേ? അപ്രകാരമുള്ള ചർച്ചകൾ വന്നില്ലേ? ശ്രീ രമേശ് ചെന്നിത്തലയുടെ, VD സതീശന്റെ ഒക്കെ പ്രതികരണം നമ്മൾ കണ്ടില്ലേ? കേരളത്തിലെ കോൺഗ്രസിന്റെ MP-മാർ, സിറ്റിംഗ് MP-മാർ അവർ പരാജയപ്പെടുമെന്നും അവരെ സംബന്ധിച്ച് അവരുടെ പെർഫോമൻസ് മോശമാണെന്നും ഒക്കെ നമ്മൾ കണ്ടില്ലേ? പൊതുമാധ്യമങ്ങളിലൂടെ റിപ്പോർട്ടുകൾ എന്ന നിലയിൽ പൊതുമാധ്യമങ്ങളിൽ വന്നില്ലേ? അങ്ങനെയുള്ള ഒരു സാഹചര്യം കേരളത്തിലുണ്ട്. അപ്പോൾ നല്ല ആത്മവിശ്വാസത്തോടെ കോൺഗ്രസിന്റെ ഈ തകർച്ച നമ്മൾ കാണുന്നു. നല്ല ആത്മവിശ്വാസത്തോടെ ഇടതുപക്ഷം ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയാണ്. എന്താണ് കാരണം? ഇപ്പോൾ ഏറ്റവും അവസാനം ഡൽഹിയിൽ നടന്ന കേരളത്തിലെ ഗവൺമെന്റ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര അവഗണനയ്ക്കെതിരായി നടത്തിയിട്ടുള്ള വലിയ പ്രക്ഷോഭം ആരൊക്കെയാണ് പങ്കെടുത്തത്? കപിൽ സിബലിനെ പോലുള്ള ആളുകൾ, അതോടൊപ്പം ഡൽഹിയുടെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ പോലുള്ള ആളുകൾ, സമാജ്വാദി പാർട്ടിയുടെ, DMKയുടെ നേതാക്കന്മാർ, അതോടൊപ്പം നാഷണൽ കോൺഫറൻസിന്റെ നേതാവ് അടക്കമുള്ളവർ. ഞാൻ ചോദിക്കുന്ന ശ്രീ സേനാപതി വേണു, നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇത്ര വലിയ ദേശീയ പ്രക്ഷോഭം ഡൽഹിയിൽ സംഘടിപ്പിക്കാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് സാധിക്കാതെ പോയി? ഇപ്പൊ ഹിമാചലിൽ നിങ്ങൾക്ക് അധികാരമുള്ള സംസ്ഥാനമാണ്. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ എങ്ങനെ തോറ്റുപോയി? തലേ ദിവസം എന്നോടൊപ്പം ഭക്ഷണം കഴിച്ചിരുന്ന ആളുകൾ തന്നെ തോൽപ്പിച്ചു എന്ന് സിംഗ്വിയുടെ സ്റ്റേറ്റ്മെന്റ് വന്നില്ലേ? അവിടുത്തെ ഭരണം എങ്ങനെയാണ്? ഭരണം എപ്പോ വേണമെങ്കിലും താഴേക്ക് പോകാം എന്ന സാഹചര്യമാണ് അവിടെ ഹിമാചലിലുള്ളത്. ഇതാണ് നിങ്ങളുടെ അവസ്ഥ. അതുകൊണ്ട് അതിനിടയിൽ നമുക്ക് ഈ പത്തനംതിട്ട മണ്ഡലത്തിലേക്ക് കൂടി ഒന്ന് പോകേണ്ടതുണ്ട്. അതായത് പ്രഗത്ഭരായ കോൺഗ്രസുകാരെല്ലാം ഇപ്പോൾ BJPയിലേക്ക് ചേക്കേറുന്ന ഒരു സാഹചര്യമാണല്ലോ നമ്മൾ കാണുന്നത്. AK ആന്റണി ഏറ്റവും തലമുതിർന്ന നേതാവ്, അദ്ദേഹത്തിന്റെ മകനാണ് പത്തനംതിട്ടയിൽ BJPയുടെ സ്ഥാനാർത്ഥിയായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്, അഡ്വക്കേറ്റ് അനിൽ ആന്റണി. അനിൽ ആന്റണി പത്തനംതിട്ടയിൽ പരിചയപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. അതിൽ എതിർ ശബ്ദവും PC ജോർജിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അഡ്വക്കേറ്റ് P കൃഷ്ണദാസ്, പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയെ നിർത്തുന്നതിലൂടെ കോൺഗ്രസ് വോട്ടുകൾ കൂടി സമാഹരിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ നിങ്ങൾ വച്ചു പുലർത്തുന്നുണ്ടോ? കാരണം AK ആന്റണിയുടെ മകനാണ് അദ്ദേഹം. അല്ല, അനിൽ ആന്റണി BJPയിലേക്ക് വരികയും BJPയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമാവുകയും അദ്ദേഹം പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി ആവുകയും എല്ലാം ചെയ്തതിനു ശേഷം പിന്നീട് കോൺഗ്രസിന്റെ വോട്ടുകൾ കിട്ടുമോ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. അദ്ദേഹം BJP മുന്നോട്ട് വെക്കുന്ന ദേശീയ രാഷ്ട്രീയത്തിനൊപ്പവും അതോടൊപ്പം തന്നെ പത്തനംതിട്ടയിലെയും കേരളത്തിലെയും സാമാന്യ ജനത്തിന് BJP അത്തരത്തിൽ ഒരു ലക്ഷ്യം വെച്ചിട്ട് തന്നെയായിരിക്കാം ഒരു പക്ഷെ അനിൽ ആന്റണിയെ അവിടെ നിർത്തിയിരിക്കുന്നത്. കാരണം കഴിഞ്ഞ തവണ 2,90,000 വോട്ടുകൾ പത്തനംതിട്ടയിൽ നിന്ന് സമാഹരിക്കപ്പെട്ടു K സുരേന്ദ്രന് വേണ്ടി. അതുകൊണ്ട് തന്നെ AK ആന്റണിയോടുള്ള ഒരു മമത അവിടെ അനിൽ ആന്റണിയോട് അവിടുത്തെ വോട്ടർമാർ കാണിക്കുമെന്നൊരു പ്രതീക്ഷ BJP വച്ചു പുലർത്തുന്നത് പോലെ തോന്നി. മാത്രമല്ല അവിടുത്തെ നിലവിലെ MP ആന്റോ ആന്റണി അദ്ദേഹം K സുധാകരന് പകരം K സുരേന്ദ്രനെ സ്വാഗതം വരുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായി. ഇതൊക്കെ കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോഴാണ് അത്തരത്തിൽ അനിൽ ആന്റണിയെ ജയിപ്പിക്കാൻ കോൺഗ്രസിന്റെ ഒരു സഹായം അവിടെ കിട്ടുമോ എന്നുള്ള ഒരു സാമാന്യമായ സംശയം ഉയരുന്നത്. അല്ല, ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും നമുക്ക് ആർക്കെല്ലാം വോട്ട് ചെയ്യാൻ സഹായിക്കാൻ, അവരുടെ എല്ലാം വോട്ട് സമാഹരിക്കാൻ ഏതെല്ലാം കോണുകളിൽ നിന്ന് കഴിയുമോ അതെല്ലാം സമാഹരിക്കാനും ജയിക്കാനും ശ്രമിക്കുക എന്നുള്ളത് രാഷ്ട്രീയത്തിന്റെയും ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെയും പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. അത് ആര് വോട്ട് ചെയ്താലും അതിന് രാഷ്ട്രീയമില്ല, അതിന് മതമില്ല, അതിന് ജാതിയില്ല. ഏത് തരത്തിലുള്ള ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായിട്ടും ആര് വോട്ട് ചെയ്താലും തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നുള്ളതാണ് സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിൽ അഭിമുഖീകരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചുള്ളത്. കണ്ണൂരിലും സമാനമായ സ്ഥിതി കാണാൻ കഴിയും. അവിടെ C രഘുനാഥ് എന്ന് പറയുന്ന BJPയുടെ സ്ഥാനാർത്ഥി മുൻ കോൺഗ്രസ്സുകാരനാണ്. കുറച്ച് നാളുകളെ ആയിട്ടുള്ള അദ്ദേഹം BJPയിലേക്ക് ചേക്കേറിയിട്ട് K സുധാകരനുമായി വളരെ വലിയ അടുത്ത ബന്ധമൊക്കെ കാത്തു സൂക്ഷിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇത്തരത്തിൽ അന്തർധാരകൾ
നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു എന്ന് ചിലയിടത്തെങ്കിലും വായിക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് അത്തരത്തിൽ ചോദ്യങ്ങൾ ചോദിച്ചത്. കേരളത്തിന്റെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലെയും ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചപ്പോൾ അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള പങ്ക് വഹിച്ചത് ശ്രീ കെ വി തോമസ് അല്ലേ? ഡൽഹിയിൽ ഇടതുപക്ഷത്തിന്റെ സുപ്രധാനമായിട്ടുള്ള ഒരു നെഗോഷിയേറ്റർ എന്ന നിലക്കല്ലേ ശ്രീ കെ വി തോമസ് ഡൽഹിയിൽ പ്രവർത്തിക്കുന്നത്? അദ്ദേഹം കോൺഗ്രസിന്റെ സമുന്നതനായിട്ടുള്ള നേതാവായിരുന്നില്ലേ? അപ്പോ കോൺഗ്രസിന്റെ വോട്ടുകൾ ലഭിക്കാൻ വേണ്ടിയാണ് ഡോക്ടർ ഷിജു ഖാൻ അത്തരത്തിൽ കെ വി തോമസ് ആണ് ഇവിടുത്തെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചത് എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ ഇവിടുത്തെ LDF-നെയും CPIM-നെയും മനസ്സിലാക്കാത്തത് കൊണ്ടാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്കൾക്ക് ചെറിയൊരു മറുപടി പറഞ്ഞിട്ട് പോകാം അതിൽ. ഇതൊക്കെ സാധാരണക്കാരായ BJP-ക്കാരെയെങ്കിലും അവർക്കെങ്കിലും കേട്ടാൽ എന്തെങ്കിലും തോന്നുന്ന ഒരു അഭിപ്രായ പ്രകടനം BJP-യുടെ പ്രതിനിധി നടത്തുന്നത്. കെ വി തോമസ് ആണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിനും അതിന് നെഗോഷിയേഷൻ നടത്തുന്നതെന്നും ഒക്കെ ഒരു പൊതു ചർച്ചയിൽ അങ്ങയെപ്പോലുള്ള ഒരാൾ പറയാൻ പാടുണ്ടോ? ശ്രീ കൃഷ്ണദാസ്, ഇടതുപക്ഷത്തിന്റെയും CPIM-ന്റെയും ഒക്കെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട അതിന്റെ പ്രോസസ്സും അതിന്റെ രീതികളും അതിന്റെ തീരുമാനങ്ങളും നടപടികളും ഒക്കെ അങ്ങയെപ്പോലെ ഒരാൾക്ക് അറിയാത്തതാണോ? ഇവിടെ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അതിന് കൃത്യമായ സംഘടനാ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ടാണ്. എന്നാൽ പൊതു തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയത്തെ ജനസ്വീകാര്യതയുള്ള സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ തീരുമാനമെടുക്കുന്നത്. ഏതെങ്കിലും ഒരു വ്യക്തിയാണോ ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയം നടത്തുന്നത്? അങ്ങേപ്പോലെ ഒരാൾ ഒരു പൊതു ചർച്ചയിൽ അത് പറയാൻ പാടുണ്ടോ? അതോ അങ്ങക്ക് അബദ്ധം പറ്റിയതാണോ? എങ്കിൽ അങ്ങ് പിൻവലിക്കണം. ശ്രീ കൃഷ്ണദാസ്, അങ്ങ് ഈ സ്റ്റേറ്റ്മെന്റ് പിൻവലിക്കുമോ? കെ വി തോമസ് ആണ് ഇവിടുത്തെ LDF-ന്റെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചത് എന്നൊക്കെ പറയുന്ന ഇതൊരു അബദ്ധജടിലമായ പ്രസ്താവനയാണ് അങ്ങയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അത് പിൻവലിക്കുമോ? നീലിമയ്ക്കും ഷിജുവിനും ഇടതുപക്ഷത്തിന്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ധാരണയില്ലാത്തത് കൊണ്ടാണ്. എനിക്ക് വളരെ അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള ഇടതുപക്ഷത്തിന്റെ ആളുകളും അതിന്റെ അനുഭാവികളുമായിട്ടുള്ള ആളുകൾ ഞാൻ അടക്കമുള്ള ആളുകളോട് സൂചിപ്പിക്കുന്ന അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ കിട്ടിയിട്ടുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ എന്റെ അഭിപ്രായം സൂചിപ്പിച്ചത്. ഷിജു ഖാൻ ഇടതുപക്ഷത്ത് നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് CPM-ൽ നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ധാരണയില്ലെങ്കിൽ അത് അവരോടാണ് ചോദിക്കേണ്ടത്. ആരാണ് തീരുമാനിക്കുന്നത്? ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി എറണാകുളത്ത് എങ്ങനെ വന്നു? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി എവിടെ നിന്ന് വന്നു? എങ്ങനെ വന്നു? ആര് തീരുമാനിച്ചു? ആര് കൊണ്ടുവന്നു? എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ സ്വയം ഒന്ന് തിരിച്ചാലോചിച്ചാൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയെ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് DYFIയുടെ നേതാവ് ശ്രീ അരുൺകുമാറിന്റെ പേര് പറഞ്ഞതിന് ശേഷം എങ്ങനെയാണ് സ്ഥാനാർത്ഥി മാറുന്ന അരുൺകുമാറിന്റെ പേര് ആരെങ്കിലും പറഞ്ഞോ? അരുൺകുമാറിന്റെ പേര് എവിടെയെങ്കിലും ഔദ്യോഗികമായി നിർദ്ദേശിക്കപ്പെട്ടോ? ആ ചർച്ചകളൊക്കെ ഒരുപാട് കഴിഞ്ഞതാണ്. നമ്മൾ ആ വിഷയങ്ങളൊക്കെ ഒരുപാട് സംസാരിച്ചതാണ് ശ്രീ അഡ്വക്കേറ്റ് P. കൃഷ്ണദാസ്. നീലിമയെ സംബന്ധിച്ചും ഷിജു ഖാനെ സംബന്ധിച്ചും അതിന്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ പത്രങ്ങളിലൂടെ വരുന്ന വാർത്തകളെ സംബന്ധിച്ച് അറിയാവുന്നതുകൊണ്ടായിരിക്കാം നിങ്ങൾക്കത് മനസ്സിലാവാത്തത്. എറണാകുളത്ത് എക്കാലത്തും കഴിഞ്ഞ അതായത് ഷിജു ഖാനും എനിക്കും ഇല്ലാത്ത ബന്ധങ്ങൾ താങ്കൾക്ക് CPIM-ൽ ഉണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത്? CPM-ൽ ഉണ്ട് എന്നുള്ളതല്ലല്ലോ അതിനർത്ഥം. അതിന്റെ അനുഭാവികളുമായി ബന്ധപ്പെട്ടും ആ ചർച്ചകൾ നടക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ടും വരുന്ന വാർത്തകൾ അതാണല്ലോ സൂചിപ്പിക്കുന്നത്. നീലിമ ഞാനൊന്ന് ഇടപെടട്ടെ. തീർച്ചയായും പറയൂ നീലിമ, ഞാനൊന്ന് ഇടപെട്ടോട്ടെ. സംസാരിച്ചോളൂ. ശ്രീ കൃഷ്ണദാസ്, നമ്മളൊരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ അനുഭവ സമ്പത്തുള്ള ജനപ്രതിനിധികൾ ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വേണ്ടി ഉണ്ടാവും. അതോടൊപ്പം അതത് മണ്ഡലങ്ങളിൽ നല്ല സ്വീകാര്യതയുള്ള പൊതുവിൽ ജനങ്ങൾക്കിടയിൽ നല്ല മതിപ്പുള്ള ഒട്ടേറെ വ്യക്തിത്വങ്ങൾ കടന്നു വരും. അതോടൊപ്പം രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന അതിൻ്റെ ഭാഗമായിട്ടുള്ള ജില്ലയിലെയും സ്റ്റേറ്റിലെയും ഒക്കെ നേതാക്കന്മാർ വരും. യുവജന രംഗത്തെ പുതുമുഖങ്ങൾ വരും. അധ്യാപക രംഗത്തും സാംസ്കാരിക രംഗത്തുമുള്ള ഒട്ടേറെ വ്യക്തിത്വങ്ങൾ കടന്നു വരും. അതൊക്കെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ആദർശാത്മകമായ ഒരു നിലപാടിൻ്റെ ഭാഗമായിട്ട് ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുന്നതാണ്. നിങ്ങളിവിടെ പറഞ്ഞതിലുള്ള പ്രശ്നം എന്താണ്? നിങ്ങൾ പറഞ്ഞത് കേരളത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ ഡൽഹിയിൽ നിന്ന് നെഗോസിയേഷൻ നടത്തി ശ്രീ കെ വി തോമസ് ആണ് തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ശ്രീ
കെ വി തോമസ് കോൺഗ്രസുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുന്നത് തന്നെ BJP-യുടെ രാഷ്ട്രീയത്തോടും വർഗീയതയോടും സന്ധി ചെയ്യുന്ന കോൺഗ്രസിന്റെ നിലപാടും അതോടൊപ്പം രാജ്യത്തെ ഉയർന്നു വരുന്ന വർഗീയ രാഷ്ട്രീയത്തിന്റെ ശക്തിപ്പെടലുമൊക്കെ ശക്തമായി എതിർപ്പ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം കോൺഗ്രസുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുന്നതും ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കാൻ തീരുമാനിക്കുന്നതും. അദ്ദേഹത്തെ പോലെ ഉള്ള ആളുകളുടെ രാഷ്ട്രീയ അനുഭവങ്ങളെ ഞങ്ങൾ വളരെ പ്രധാനമായി പരിഗണിക്കുകയാണ്. പക്ഷെ നിങ്ങളുടെ നിഗമനം തെറ്റിപ്പോയത്, ഞാൻ പറഞ്ഞത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഒരു വ്യക്തിയല്ല തീരുമാനിക്കുന്നത്. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അതിന് സംഘടനാപരമായ രീതികളുണ്ട്. നിങ്ങളുടെ BJP-യിൽ എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? BJP-യിൽ എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? ചിലപ്പോൾ BJP-യിൽ ഇങ്ങനെ ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും RSS-ന്റെ സർസംഘചാലക് തീരുമാനിക്കുന്ന, അല്ലെങ്കിൽ ഒരു ബിസിനസ് പിന്നെ ഭാഗമായി നിൽക്കുന്നവർ, അല്ലെങ്കിൽ ഏതെങ്കിലും ഈ രംഗവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരെങ്കിലും ഒരാൾ പറയുന്നതാണോ നിങ്ങൾ തീരുമാനിക്കുന്നത്? അത് നിങ്ങൾ പറഞ്ഞാൽ മതി. അതുകൊണ്ടല്ല CPIM-ന്റെയും ഇടതുപക്ഷത്തിന്റെയും സ്ഥാനാർത്ഥി നിർണയത്തിന്റെ രീതിയെ സംബന്ധിച്ച് കൃഷ്ണദാസ് അല്ല പറയേണ്ടത്. LDF-ന്റെ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിന്റെ രീതി അങ്ങേക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഈ ചർച്ചയിൽ ഇനി കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് സേനാപതി വേണു സംസാരിക്കേണ്ടതുണ്ട്. ശ്രീ സേനാപതി വേണു, ഈ ചർച്ച അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഈ കോൺഗ്രസിന്റെ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുന്ന 3 മണ്ഡലങ്ങളെ കുറിച്ചാണ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തത്. വയനാട്, ആലപ്പുഴ, കണ്ണൂർ. ഇതിൽ വയനാട് എടുത്തു നോക്കുകയാണെങ്കിൽ രാഹുൽ വയനാട്ടിലേക്ക് എത്താൻ ഇടയില്ല എന്നുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഒന്ന്, തെലങ്കാനയിൽ നിന്നോ അല്ലെങ്കിൽ ഉത്തരേന്ത്യയിൽ നിന്നോ ജനവിധി തേടണം എന്ന് കോൺഗ്രസിൽ ഒരു അഭിപ്രായം ഉയർന്നു വന്നതായി കാണുന്നു. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ വയനാട്ടിലേക്ക് വരാൻ സാധ്യതയില്ല. മറ്റൊന്ന്, KC വേണുഗോപാൽ രാജസ്ഥാനിലെ ആ രാജ്യസഭാ സീറ്റ് കളഞ്ഞു കുളിക്കണോ എന്നുള്ള കാര്യത്തിൽ പാർട്ടിയിൽ വലിയ ചിന്തകൾ നടക്കുകയാണ്. കണ്ണൂരിലാണെങ്കിൽ K. സുധാകരൻ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം പല ഘട്ടങ്ങളിലും ഇങ്ങനെ അഭിപ്രായം മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അതിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. തീർച്ചയായും ഈ 3 മണ്ഡലങ്ങളിലെ കാര്യം ഒരു തീരുമാനമായാൽ നിങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുമോ? ഞാൻ നീലിമ, ഇനി വളരെ പരിമിതമായ സമയമേ ഉള്ളൂ. ഞാൻ സംസാരിക്കുമ്പോൾ നീലിമ വല്ലാതെ ഇടപെടുന്നു. 1, 2, എനിക്ക് എന്റെ കാര്യങ്ങൾ പറയാനായിട്ട് കഴിയുന്നില്ല. നമ്മളൊരു ആരോഗ്യപരമായ ഒരു സംവാദം നടത്തുമ്പോൾ അതിൻ്റെ അകത്ത് എന്നെ കൂടെ പറയാൻ അനുവദിക്കണമല്ലോ. കാരണം ഞങ്ങളുടെ ശബ്ദവും കൂടെ കേൾക്കണമല്ലോ. ഞാൻ അങ്ങ് ചോദിച്ച 3 കാര്യത്തിന്, 1, ഇപ്പം ഞങ്ങൾ അങ്ങനെ ഒരു രാഷ്ട്രീയ ജ്യോതിഷം പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കും. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതിന് എന്താണ് കുഴപ്പം? ഇനി ഞങ്ങൾ തിരിച്ചങ്ങോട്ട് ചോദിക്കുന്നു, ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന രാഹുൽ ഗാന്ധിക്കെതിരെ എന്തിനാണ് CPI ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നത്? നിങ്ങൾക്ക് രാഹുൽ ഗാന്ധിയെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ തിരിച്ച് ആ ചോദ്യം അങ്ങോട്ട് ചോദിക്കാം. രണ്ടാമതായിട്ട് ഇവിടെ ഷിജു ഖാൻ പറഞ്ഞത് കോൺഗ്രസ് വല്ലാതെ മെലിഞ്ഞു എന്നുള്ളതാണ്. ഷിജു ഖാനെ ഞങ്ങൾ സമ്മതിക്കുന്നു. പക്ഷെ ഞങ്ങൾ 1989 ശേഷം പാർലമെന്റിൽ ഞങ്ങൾ 200-നപ്പുറം പോയിട്ടില്ല. നിങ്ങൾ 2004 പാർലമെന്റിൽ 61 ഉണ്ടായിരുന്ന നിങ്ങൾ 3 ചുരുങ്ങി എന്നുള്ളതാണ്. ഞങ്ങൾ ഒരു 175, 180, 200-നടുത്ത് 190 നിൽക്കുന്നത്. അത് 50 ചുരുങ്ങിയപ്പോൾ 54 ചുരുങ്ങിയപ്പോൾ അത് 1/3 മാറിയുള്ളൂ. നിങ്ങൾ 61 എന്നുള്ള ആ ഇടതുപക്ഷ ബ്ലോക്ക് അത് തന്നെ എത്ര ബാലിശമാണ്. ഒരു 135, 136 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു പ്രസ്ഥാനം. ഈ ഇന്ത്യ രാജ്യത്തെ കൂടുതൽ തവണ രാജ്യം ഭരിച്ച ഒരു പാർട്ടി. നീലിമ അങ്ങനെ അങ്ങ് ചാടി അല്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 1 നൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം ഉണ്ടെന്നേ. അത് ഇന്ത്യയിൽ അവർ വളരാത്ത അവരുടെ കുഴപ്പം, അത് അവരെ പരിശോധിക്കണം. കോൺഗ്രസിന്റെ തകർച്ച. ഇനി KC വേണുഗോപാലിനെ കുറിച്ച് അങ്ങും C. ജയചന്ദ്രനും അതുപോലെ തന്നെ ഷിജു ഖാനും നടത്തിയ ഒരു പരാമർശം, അത് അങ്ങനെ ഒരു പരാമർശം നടത്തേണ്ട ഒരു ആവശ്യമില്ല. ഒന്ന്, അദ്ദേഹം സംഘടനാകാര്യമുള്ള ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്ത് മുഴുവൻ നടക്കുന്ന കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തെയോ പരാജയത്തിന്റെ ഉത്തരവാദി അദ്ദേഹമല്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പറയുന്നു, അദ്ദേഹം സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി ആയതിനു ശേഷമാണ് കർണാടകത്തിൽ ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നത്. അദ്ദേഹം സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി ആയതിനു ശേഷമാണ് ഞങ്ങൾ തെലങ്കാനയിൽ ജയിക്കുന്നത്, ഞങ്ങൾ ഹിമാചലിൽ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നത്. ക്രെഡിറ്റ് ഹിമാചൽ എത്ര നാൾ നിങ്ങൾക്ക് അഭിമാനിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിലൊന്നും ഒരു വിശ്വാസവുമില്ല. നിങ്ങൾക്ക് KC വേണുഗോപാലിനെ ആക്ഷേപിക്കണമെങ്കിൽ നിങ്ങൾ ആക്ഷേപിച്ചോ, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ ആക്ഷേപമല്ല KC വേണുഗോപാൽ എന്ന ഒരാളെ മുൻനിർത്തി ആലപ്പുഴ മണ്ഡലത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധിയാണ് ജയചന്ദ്രൻ ചൂണ്ടിക്കാട്ടിയത്. KC വേണുഗോപാലിനെ പോലെ ഒരാള് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ദേശീയ നേതാവായി അതിന്റെ സംഘടനാകാരി ജനറൽ സെക്രട്ടറി ആയിട്ട് അദ്ദേഹം ഇരിക്കുന്നത് ഞങ്ങൾക്കൊക്കെ അഭിമാനമുള്ള കാര്യമാണ്.
ഞങ്ങൾ അതിൽ അഭിമാനിക്കുന്നു. ഇനി അദ്ദേഹം ആലപ്പുഴയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായിട്ട് വരുമോ, അതിപ്പോ പാർട്ടി തീരുമാനിച്ചിട്ടില്ല. അത് ഒരാഴ്ചയ്ക്കോ അല്ലെങ്കിൽ ഒരു 4-5 ദിവസത്തിനകം തീരുമാനമുണ്ടാകും. ആ തീരുമാനത്തിന് ശേഷം അവിടെ ആര് എന്നുള്ള പ്രഖ്യാപനം ഉണ്ടാകും. പിന്നെ ഈ നിങ്ങളാണ് ഇപ്പം എന്താ പറഞ്ഞ രാഹുൽ ഗാന്ധി എവിടെയാണ് മത്സരിക്കുന്നത്, അല്ലെങ്കിൽ സുധാകരൻ മത്സരിക്കുമോ, അതല്ല എങ്കിൽ ആലപ്പുഴയിൽ KC വേണുഗോപാൽ മത്സരിക്കുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ഉത്കണ്ഠപ്പെടുന്ന കാര്യമില്ലെന്നേ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന്റെ തീയതികൾ വന്നു കഴിയുമ്പോൾ അതൊക്കെ വളരെ ഫലപ്രദമായി യാതൊരു രീതിയിലുള്ള ഞങ്ങളുടെ ഉത്കണ്ഠയല്ല, നിങ്ങളുടെ അണികൾ നിരാശയിലാണ്. അതാണ് ചൂണ്ടിക്കാട്ടിയത്. ആ കാര്യങ്ങളെല്ലാം ഉണ്ടാവും. LDF-ന് ഒരു തരത്തിലുള്ള ആശങ്കയുമില്ല. നിങ്ങളുടെ അണികളാണ് ഇത്തരത്തിൽ വേവലാതിപ്പെടുന്നത്. UDF-ലെ ഒരു അണിയും വേവലാതിപ്പെടുന്നില്ല. ഞങ്ങൾക്ക് ആർക്കും ഒരു വേവലാതിയുമില്ല ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ കുറിച്ച്. ഞങ്ങൾ 2020 20 നേടും എന്നുള്ള ശുഭാപ്ത വിശ്വാസത്തിൽ, ആത്മവിശ്വാസത്തിൽ നിൽക്കുന്നവരാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് നീലിമ ആ കാര്യത്തിൽ ഒരു ഉത്കണ്ഠയോ ആശങ്കയോ, അതല്ല ഇവിടെ ചർച്ചയിൽ അങ്ങ് പറഞ്ഞതുപോലെ എന്താ പറഞ്ഞ ഒരു ദുർഘട പ്രതിസന്ധിയോ ഞങ്ങൾക്കില്ല. അതാണ് ആ കാര്യത്തിൽ ഞങ്ങൾക്ക് സൂചിപ്പിക്കാൻ. ഈ ചർച്ചയുടെ അവസാനം അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അതാണ്. അത്തരത്തിൽ ഒരാശങ്കയും കോൺഗ്രസിനില്ല. ഇത്ര വലിയ പ്രതിസന്ധി ഉണ്ടെങ്കിലും വലിയ ശുഭാപ്തി വിശ്വാസം കോൺഗ്രസ് പ്രകടമാക്കുന്നു. ശ്രീ M. ജയചന്ദ്രൻ, അങ്ങയെ കോട്ട് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ സേനാപതി വേണു സംസാരിച്ചത്. അതായത് വ്യക്തിപരമായി KC വേണുഗോപാലിനെ വേട്ടയാടുന്നു എന്നുള്ള രീതിയിലാണ് ആ ചർച്ച. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ലോ. നമ്മുടെ മുന്നിലുള്ള അനുഭവങ്ങളല്ലേ ഇതെല്ലാം പറയിപ്പിക്കുന്നത്. അല്ല, അത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞു പോകാമെന്ന് ഞാൻ വിചാരിക്കുകയാണ് ചുരുങ്ങിയ സമയത്തിലെ. സേനാപതി വേണു മനസ്സിലാക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ. കൈരളി ചാനൽ പ്രതിനിധാനം ചെയ്യുന്നത് ഒരു ലെഫ്റ്റ് പ്ലാറ്റ്ഫോമാണ്. ആ ലെഫ്റ്റ് പ്ലാറ്റ്ഫോമിൽ സ്വാഭാവികമായും ഇത്തരം ചർച്ചകളാണല്ലോ ഉണ്ടാകേണ്ടത്. അതിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ഥാനാർത്ഥി നിർത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് രാഷ്ട്രീയമായി നിങ്ങൾക്കുണ്ടാകുന്ന ദൗർബല്യം തന്നെയാണ്. ആ ദൗർബല്യത്തിനെ ഈ പ്ലാറ്റ്ഫോമിൽ ചർച്ച ചെയ്യുന്നതിൽ എന്താണ് അപാകതയുള്ളത്? അതല്ല ശരിയായ ഈ പൊളിറ്റിക്കൽ ഈ വിഷൻ എന്ന് പറയുന്നത് തന്നെയല്ലേ? അതാണ് ഇവിടെ ചെയ്യുന്നത്. പിന്നെ വേണുഗോപാലിന്റെ കാര്യത്തിൽ എനിക്കെന്താണ് വേണുഗോപാലിന്റെ, ഞാൻ അദ്ദേഹത്തെ ആക്ഷേപിക്കാനൊന്നും വന്നില്ല. ഞാൻ പറഞ്ഞത് അദ്ദേഹത്തെ ഈ സ്ട്രാറ്റജിയും തീരുമാനിക്കുന്നത് ഓർഗനൈസേഷൻ സെക്രട്ടറി എന്നുള്ള എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ ചുമതല എന്താണ്? അദ്ദേഹത്തിന്റെ ചുമതലയുള്ളത് സംഘടനയ്ക്കകത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. സ്ട്രാറ്റജി ഒന്നും അദ്ദേഹത്തിന്റെ ചുമതലയല്ലെന്നേ. അദ്ദേഹത്തിന് ഈ അത്തരത്തിൽ സംഘടനാപരമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ ഏറെ ഉള്ളതുകൊണ്ട് കഴിയില്ല എന്നാണ് എന്റെ ധാരണ. അതേ ഞാൻ പറഞ്ഞുള്ളൂ. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, BJP-യുടെ കാര്യം പറയുമ്പോൾ അനിൽ ആന്റണി എന്ന് പറയുന്നത് KV തോമസിനെയോ അല്ലെങ്കിൽ PC ജോർജിനെയോ പോലുള്ള കക്ഷിയൊന്നുമല്ലല്ലോ. വളരെ റീസെന്റ് ആയിട്ട് BJP-യിലേക്ക് വരികയും ചെന്ന ഉടനെ BJP-യുടെ നാഷണൽ സെക്രട്ടറി എന്നുള്ള പോസ്റ്റ് കിട്ടുകയും ചെയ്തത് AK ആന്റണിയുടെ മകൻ എന്നുള്ള ഒറ്റ പരിഗണനയിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഇദ്ദേഹത്തിനെ പത്തനംതിട്ട സ്ഥാനാർത്ഥിയാക്കുമ്പോൾ ആ ചോദ്യം വലിയ സ്വാഭാവികമല്ലേ? AK ആന്റണിയുടെ മകൻ എന്നുള്ള പരിഗണനയിൽ സീറ്റ് കിട്ടി എന്നല്ല പറയുക. അതല്ല അതിന്റെ വസ്തുത. പ്രത്യേകിച്ചും ആന്റണിയുടെ പഴയ ശിഷ്യനായിരുന്നല്ലോ ഇപ്പോഴത്തെ അവരുടെ സിറ്റിംഗ് MP ആയിട്ടുള്ള ആന്റണി. അതുകൊണ്ട് ചേർത്ത് വെച്ചല്ലേ വായിക്കാൻ കഴിയുക. അതാണെന്ന് പൊളിറ്റിക്സിൽ അങ്ങനെയാണല്ലോ. ആ ടെക്സ്റ്റ് വായിക്കുന്നത് എങ്ങനെയല്ലേ? പത്തനംതിട്ട ടെക്സ്റ്റ് വായിക്കുമ്പോൾ, പൊളിറ്റിക്കൽ ടെക്സ്റ്റ് വായിക്കുമ്പോൾ അങ്ങനെയാണ് വായിക്കേണ്ടത്. അതല്ല നമുക്ക് തെറ്റായ വായനയാവും. അതിനെയാണ് താങ്കൾ എൻഡോഴ്സ് ചെയ്യേണ്ടത്. അതാണ് ഞാൻ പറയുന്നത്. അതേ ഉള്ളൂ. അപ്പൊ അതല്ലാതെ ഇവിടെ KC വേണുഗോപാല്, മറ്റേ ഈ പറഞ്ഞ ആരാണ് അനിൽ ആന്റണി, ഇതൊന്നും അല്ല മെയിൻ ഇഷ്യൂ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പൊളിറ്റിക്കൽ ബാറ്റിൽ തന്നെയാണ് വരാൻ പോകുന്നത്. അത് വരാനിരിക്കുന്നു. അപ്പൊ ഏറ്റവും മുമ്പിൽ കാണർന്നു നിൽക്കുന്നത് 20 മണ്ഡലങ്ങളിലും LDF ആണ്. അവരുടെ സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ ഫീൽഡിലാണ്. അത് നിലനിർത്തിക്കൊണ്ടാണല്ലോ നമ്മൾ ഈ ഡിബേറ്റ് തുടങ്ങുന്നതും ഇപ്പോൾ ഏതാണ്ട് തീരാനാവുന്നതും. അതാണ് അതിൻ്റെ അകത്ത് മൊത്തത്തിലുള്ള കാര്യം. എനിക്ക് ചുരുക്കി പറയാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കുകയാണ് കേട്ടോ. ഓക്കെ, ഈ ചർച്ച അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഡോക്ടർ ഷിജു ഖാൻ, താങ്കൾക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. കാരണം ഇതൊരു വലിയ പോരാട്ടമാണ്. 2024 എന്ന് പറയുന്നത് വലിയ പോരാട്ടമാണ്. അവിടെ മുന്നിൽ നിന്ന് നയിക്കേണ്ട ആളുകൾ പിൻവലിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇന്ന് കോൺഗ്രസിൽ കാണുന്ന പലരും നാളെ എവിടെ ഉണ്ടാകും എന്നത് നിശ്ചയമില്ലാത്തൊരവസ്ഥ. ഓരോ ദിവസവും ഓരോ നിമിഷവും ഇത്തരത്തിലുള്ള വാർത്തകളാണ് നമ്മുടെ മുന്നിൽ പുറത്തു വരുന്നത്. എന്താണ് ഈ ഇവിടുത്തെ കോൺഗ്രസിനോട് പറയാനുള്ളത്? കോൺഗ്രസ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷ വിരുദ്ധതയും CPIM വിരുദ്ധതയും ഒക്കെ കൊണ്ട് BJP-യുമായി കൈകോർക്കാൻ കഴിയുമോ എന്ന് പോലും ചിന്തിക്കുന്നവരും അവരുടെ വോട്ട് വാങ്ങാൻ സന്നദ്ധരുമായി നിൽക്കുകയാണ് കോൺഗ്രസ്. ഇടതുപക്ഷ വിരുദ്ധതയാണ് അവരുടെ മുഖമുദ്രയായി ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ വയനാട്ടിൽ, ഇപ്പോൾ കേരളത്തിൽ
BJP-ക്കെതിരായി ശക്തമായ നിലപാടെടുത്ത് കൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷമാണ്. എന്നാൽ കേരളത്തിലെ UDF-നെ സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു ദിശാബോധം അവർക്കില്ല. ഏതൊക്കെ ഇടതുപക്ഷ ശക്തികളുമായി കൈകോർക്കാൻ കഴിയുമോ അതൊക്കെ അവർ സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി നിർണയം നമ്മൾ പരിശോധിച്ചാൽ ഈ നാട്ടിലെ എല്ലാ ജനവിഭാഗങ്ങളും നല്ല നിലയിൽ അഭിനന്ദിച്ച ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് ഇടതുപക്ഷം മുന്നോട്ട് വെച്ചത്. പ്രത്യേകിച്ച് ഇന്നത്തെ ഇന്ത്യൻ പാർലമെൻറ്റിൽ വളരെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ കഴിയുന്ന, BJP-യും RSSും മുന്നിൽ വയ്ക്കുന്ന ഭീഷണികളെ നേരിടാൻ സാധിക്കുന്ന, നല്ല അനുഭവ സമ്പത്തുള്ള, നല്ല രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള, ദീർഘകാല അനുഭവങ്ങളുള്ള വ്യക്തിത്വങ്ങൾ അതിലുണ്ട്. അതോടൊപ്പം വ്യത്യസ്തങ്ങളായ മേഖലകളിൽ നിന്ന് വന്ന ആളുകളുണ്ട്. കേരളത്തിലെ ജനപ്രതിനിധികളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവ സമ്പത്തുള്ളവരുടെ ഇങ്ങനെ ഒരു വലിയ നേതൃനിര കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ജനവിധി തേടുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ തന്നെ നേതാക്കന്മാർ പുറത്തുവിട്ടിട്ടുള്ള ദീപാദാസ് മുൻഷിയുടെ അവരുടെ ഇൻറ്റേർണലായിട്ടുള്ള റിപ്പോർട്ടുകൾ പൊതുവിൽ ചർച്ച ചെയ്യപ്പെട്ടു. അതോടൊപ്പം നേരത്തെ പറഞ്ഞ കനുകോലുവിൻ്റെ റിപ്പോർട്ട് പുറത്ത് ചർച്ച ചെയ്യപ്പെട്ടു. അപ്പോൾ കേരളത്തിലെ കോൺഗ്രസിന് അത്ര നല്ല സമയമല്ല, അല്ലെങ്കിൽ അത്ര നല്ല സാഹചര്യമല്ല ആശങ്കയല്ലേ എന്നുള്ള ഒരു ആശങ്ക ബാക്കി വെച്ചുകൊണ്ടാണ് ഇപ്പോൾ BJP-യുടെ ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റൊക്കെ പുറത്തു വന്നിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ നമ്മൾ കൃഷ്ണദാസിലേക്ക് പോകുമ്പോൾ വളരെ ഒരു 10-20 സെക്കൻഡ് സമയമേ ഉള്ളൂ. കൃഷ്ണദാസ്, കണ്ണൂർ, മലപ്പുറം, പത്തനംതിട്ട ഈ 3 മണ്ഡലങ്ങളിൽ വളരെ കൃത്യമായി കോൺഗ്രസിൻ്റെ പശ്ചാത്തലമുള്ള ആളുകളാണ് വന്നിരിക്കുന്നത്. മലപ്പുറത്താണെങ്കിൽ ലീഗുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾ ആ കേന്ദ്രങ്ങളിൽ, UDF-ന്റെ കേന്ദ്രങ്ങളിൽ കൂടി കടന്നു കയറി അത്തരത്തിലൊരു വോട്ട് സമാഹരണം നിങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. അതായത് ഒരു അവിശുദ്ധ ബന്ധം എന്നൊക്കെ പറയാവുന്ന രീതിയിൽ പ്രകടമാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന സ്ഥാനാർത്ഥി പട്ടിക. പറഞ്ഞ് അവസാനിപ്പിക്കാം. നീലിമ, ശുദ്ധമായും അവിശുദ്ധമായും കൂട്ടുകെട്ടുള്ളത് LDF-ഉം UDF-ഉം തമ്മിലല്ലേ? അതല്ലേ സേനാപതി വേണു ചോദിച്ചത്, എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ സീറ്റിൽ CPI-ക്കാർ മത്സരിക്കുന്നു? അല്ല, അത് വേറെ അതിനെ ആ രീതിയിലല്ല കാണേണ്ടത്. കണ്ണൂർ സി രഘുനാഥ് നിയമസഭാ ഇലക്ഷനിൽ പിണറായി വിജയനെതിരെ മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ സുധാകരന്റെ അടുത്താനിയായി. മലപ്പുറത്ത് UDF സർക്കാരിന്റെ കാലത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ആയിരുന്നു, ലീഗുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആൾ. പത്തനംതിട്ട സാക്ഷാൽ അനിൽ ആന്റണി. യഥാർത്ഥത്തിൽ നിങ്ങൾ അവിടെ നിന്നും വലിയ രീതിയിൽ ഒരു വോട്ട് സമാഹരണം ലക്ഷ്യമിട്ട് തന്നെയല്ലേ ഇത്തരത്തിലൊരു സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയിരിക്കുന്നത്? കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ BJP മത്സരിക്കുന്നത് എല്ലാ സീറ്റിലും ജയിക്കാൻ തന്നെയാണ്. അതിൽ ഏത് ഭാഗത്തു നിന്ന് വോട്ട് അത് ഏത് രീതിയിൽ ജയിക്കുന്നു എന്നതാണ് വളരെ നിർണായകമാകുന്നത്. ഇന്നത്തെ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രത്തെക്കുറിച്ചാണ് ന്യൂസ് ആൻഡ് വ്യൂസ് 1 മണിക്കൂർ ചർച്ച നടത്തിയത്. ഈ ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടർ ഷിജു ഖാൻ, സേനാപതി വേണു, അഡ്വക്കേറ്റ് P. കൃഷ്ണദാസ്, M. ജയചന്ദ്രൻ, എല്ലാവർക്കും വളരെയധികം നന്ദി.